നമസ്തേ, പുത്തൻപുലരിയിലേക്ക് സ്വാഗതം. വാർത്തകളാൽ സമ്പന്നമായ ദിവസമാണ്. നിലമ്പൂരിൽ ഇന്ന് ഉപതെരഞ്ഞെടുപ്പാണ്. ഒപ്പം പശ്ചിമേഷ്യ അശാന്തമായി തന്നെ തുടരുകയാണ്. ഇറാനിൽ സംഘർഷം രൂക്ഷമായി തുടരുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ലോക വായനാ ദിനമാണ്. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക. കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകനും പ്രചാരകനുമായിരുന്ന PN പണിക്കരുടെ വാക്കുകളാണിത്. പുതിയ കാലഘട്ടത്തിൽ വായനയ്ക്ക് കുറവ് സംഭവിച്ചിട്ടുണ്ടോ എന്നത് ഒരു തർക്ക വിഷയം തന്നെയാണ്. എന്നാലും വായിക്കുക, വായിച്ചു വളരുക. എന്തായാലും ആദ്യം തലക്കെട്ടുകൾ നോക്കാം. നിലമ്പൂർ പോളിംഗ് ബൂത്തിൽ വിധിയെഴുതുക 2,32,000 വോട്ടർമാർ. പ്രശ്നബാധിത ബൂത്തുകളിൽ കനത്ത സുരക്ഷ. പ്രതീക്ഷയോടെ മുന്നണികൾ. ഇറാനെതിരെ ആക്രമണം കടുപ്പിച്ച ഇസ്രായേൽ. ആക്രമണത്തിന് അമേരിക്ക തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ട്. ഡീഗോ ഗാർഷ്യയിൽ അമേരിക്കൻ ബോംബർ വിമാനങ്ങൾ എത്തിയെന്ന സൂചന. ഓപ്പറേഷൻ സിന്ധുവുമായി ഭാരതം. ഇറാനിൽ നിന്ന് ആദ്യ സംഘം ഡൽഹിയിൽ. വിമാനത്തിൽ 110 യാത്രക്കാർ. കേന്ദ്ര സർക്കാരിന് നന്ദി അറിയിച്ച് വിദ്യാർത്ഥികൾ. ഭീകരതയ്ക്കെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരവാദം മനുഷ്യരാശിയുടെ ശത്രു. പഹൽഗാം ഭീകരാക്രമണ സമയത്ത് ഒപ്പം നിന്ന ക്രൊയേഷ്യയ്ക്ക് നന്ദി. വിവിധ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിച്ച ഭാരതവും ക്രൊയേഷ്യയും. പാലക്കാട് മുണ്ടൂരിൽ ജീവനെടുത്ത് കാട്ടാന. കൊല്ലപ്പെട്ടത് ഞാറക്കോട് സ്വദേശി കുമാരൻ. ആക്രമണം വീട്ടുമുറ്റത്ത് വെച്ച്. ആന ഇപ്പോഴും ജനവാസ മേഖലയിൽ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. മലയോര മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം. ശക്തമായ കാറ്റിനും സാധ്യത. ആദ്യം നിലമ്പൂരിലേക്ക് തന്നെയാണ് പോകുന്നത്. നിലമ്പൂരിൽ ഇന്ന് വിധിയെഴുത്ത്. നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഇന്ന് ഉപതെരഞ്ഞെടുപ്പാണ്. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ് നടക്കുക. ഉപതെരഞ്ഞെടുപ്പിനായി 59 പുതിയ പോളിംഗ് സ്റ്റേഷനുകളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആകെ 263 പോളിംഗ് സ്റ്റേഷനുകൾ ഉണ്ട്. അതോടൊപ്പം തന്നെ വനത്തിൽ 3 പോളിംഗ് ബൂത്തുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇതടക്കം 14 ക്രിട്ടിക്കൽ ബൂത്തുകളിൽ വലിയ സുരക്ഷാ സന്നാഹങ്ങളും ഒരുക്കിയിട്ടുണ്ട്. 10 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. ആകെ 2,32,000 വോട്ടർമാരാണ് ഇന്ന് അവരുടെ സമ്മതിദാനം വിനിയോഗിക്കുക. സുരക്ഷയ്ക്കായി 1200 പോലീസ് ഉദ്യോഗസ്ഥരും ഒരു കമ്പനി കേന്ദ്രസേനയും ഉണ്ട്. വിവരങ്ങളുമായി ശിവദാസ് കന്മനവും അരുൺ ആലത്തൂരും നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം അരുൺ ആലത്തൂരിലേക്കാണ് പോകുന്നത്. അരുൺ ഉള്ളത് വീട്ടിക്കുത്ത് ഗവൺമെന്റ് LP സ്കൂളിലാണ്. അരുൺ, അവിടെ പോളിംഗ് തുടങ്ങിയിട്ടുണ്ടോ? 7 മണിക്കാണല്ലോ പോളിംഗ് ആരംഭിക്കുക. പോളിംഗ് ആരംഭിച്ചിട്ടുണ്ടോ? രാഖി, പോളിംഗ് ആരംഭിച്ചിരിക്കുന്നു. ഏതായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് 3 ആഴ്ചക്കാലം നീണ്ടുനിന്ന വാശിയേറിയ പോരാട്ടം, തെരഞ്ഞെടുപ്പ് പ്രചാരണം. ആ പ്രചാരണത്തിന് ഒടുവിൽ നിലമ്പൂര് വിധി എഴുതാൻ പോവുകയാണ്. 2,32,000 വോട്ടർമാരാണ് ഇന്നിപ്പോൾ നിലമ്പൂരിൽ വിധി എഴുതുന്നത്. ആകെ നേരത്തെ രാഖി പറഞ്ഞതുപോലെ ആകെ 263 പോളിംഗ് സ്റ്റേഷനുകളാണ് ഈ പോളിംഗിനായി ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ ക്രിട്ടിക്കൽ ബൂത്തുകൾ 14 എണ്ണമാണ്. 10 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. സുരക്ഷയ്ക്കായിട്ട് 1200 പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട്. ഒരു കമ്പനി കേന്ദ്രസേനയെയും വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും നമുക്കറിയാം, നിലമ്പൂരിലെ ആ പോരാട്ടം, PV അൻവർ ഇടത് പാളയത്തിൽ നിന്നും ഇടഞ്ഞ് രാജിവെക്കുന്നു. അൻവറിൻ്റെ രാജിയോടുകൂടെയാണ് ഈ തെരഞ്ഞെടുപ്പിന്
നിലമ്പൂരിൽ കളമൊരുങ്ങുന്നത്. പിന്നീട് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നു. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് ശേഷം നമ്മൾ കണ്ടതാണ് UDF സ്ഥാനാർത്ഥിയായിട്ട് ആര്യാടൻ ഷൗക്കത്തിനെ പ്രഖ്യാപിക്കുന്നു. തൊട്ടു പിന്നാലെ ഇടത് സ്ഥാനാർത്ഥിയായിട്ട് M സ്വരാജിനെ പ്രഖ്യാപിക്കുന്നു. പിന്നീട് വലിയ ആകാംക്ഷയുള്ളത് NDA സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ളതായിരുന്നു. അഡ്വക്കേറ്റ് മോഹൻ ജോർജിൻ്റെ സ്ഥാനാർത്ഥിത്വത്തോടുകൂടി മലയോര ജനതയെ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ അത്തരത്തിൽ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ 3 സ്ഥാനാർത്ഥികളുമായി പിന്നീടാണ് PV അൻവറും സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. ഇപ്പോൾ ഒരു ചേട്ടൻ നേരത്തെ സംസാരിച്ചതാണ്, വോട്ട് ചെയ്തു. എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിന്? അത് എന്താണ് പറയാൻ പറ്റില്ലല്ലോ, തെരഞ്ഞെടുപ്പ് തുടങ്ങിയിട്ടില്ലല്ലോ, കഴിഞ്ഞിട്ടില്ലല്ലോ, കഴിയട്ടെ എന്നിട്ട് പറയാം. അതായത് നേരത്തെ സംസാരിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹം. രാവിലെ തന്നെ ഇവിടെ എത്തിയതാണ്. 5:30 ഇവിടെ മോക്ക് പോളിംഗ് ആരംഭിച്ചത്. 5:30 മോക്ക് പോളിംഗ് ആരംഭിച്ച് അതിനുശേഷം പിന്നീട് ഒരു 6 മണിയായതോടുകൂടെ തന്നെ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന ഒരു സ്ഥിതിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. തിരക്ക് നല്ല രീതിയിൽ തന്നെ ഈ രാവിലെ കാണാൻ സാധിക്കുന്നു. മഴയുണ്ട്, പക്ഷേ മഴയൊന്നും പോളിംഗിന് തടസ്സമാവുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ ആദ്യ നിമിഷങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഇത്രയേറെ ആളുകൾ രാവിലെ തന്നെ പോളിംഗ് ബൂത്തിലേക്ക് അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് പോളിംഗ് കൂടുതൽ വർദ്ധിക്കുന്നതിന് കാരണമാവും ഇത്രയേറെ ആളുകൾ അതിരാവിലെ തന്നെ വരുന്നത് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ പോളിംഗ് ശതമാനം എന്നുള്ളത് എപ്പോഴും ഉയർന്നു നിൽക്കുന്നൊരു മണ്ഡലം കൂടെയാണ്. മുൻ തെരഞ്ഞെടുപ്പുകളൊക്കെ പരിശോധിക്കുമ്പോൾ ഇതിനു മുമ്പ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 78% പോളിംഗ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ഒടുവിലെ പോളിംഗ് ശതമാനം നോക്കുമ്പോൾ അപ്പോഴും 76% പോളിംഗ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പോളിംഗ് ശതമാനം നല്ല ഉയർന്നു നിൽക്കുന്ന ഒരു മണ്ഡലം കൂടെയാണ്. ഇത്തവണ ഏതായാലും തുടർച്ചയായിട്ട് ഇങ്ങനെ തെരഞ്ഞെടുപ്പുകൾ വരുന്ന ഒരു സ്ഥിതിയാണ്. അതുകൊണ്ട് തന്നെ വോട്ടർമാർ എങ്ങനെ അതിനോട് പ്രതികരിക്കും എന്നുള്ളത് നമുക്ക് വരും മണിക്കൂറുകളിൽ. ശരി അരുൺ, തുടരുക. മുതിരി മാങ്കുളത്തെ LP സ്കൂളിൽ നിന്ന് ശിവദാസ് കന്മനവും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശിവദാസ്, അവിടെ എങ്ങനെയാണ് പോളിംഗ് ആരംഭിച്ചിട്ടുണ്ടോ? വോട്ടെടുപ്പ് എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ആരംഭിച്ചിട്ടുണ്ട്. കൃത്യം 7 മണിക്ക് തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ സജ്ജീകരണങ്ങളും നേരത്തെ തന്നെ ഒരുക്കിയിരുന്നു. കൃത്യമായി എല്ലാ സംവിധാനങ്ങളും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തു നിന്നും നേരത്തെ തന്നെ ഒരുക്കിയിരുന്നു. ഇവിടെ 5:30 തന്നെ മോക്ക് പോളിംഗ് നടന്നു. 50 മോക്ക് പോളിംഗ് വോട്ടുകളാണ് രേഖപ്പെടുത്തിയത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ M സ്വരാജ്, LDF സ്ഥാനാർത്ഥി M സ്വരാജ് ഇപ്പോൾ ഇവിടെ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇപ്പോൾ ഈ വരിയിൽ നിൽക്കുന്നുണ്ട്. ഏകദേശം 2,32,000 വോട്ടർമാരാണ് ഈ മണ്ഡലത്തിൽ ആകെ ഉള്ളത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്ത്രീ വോട്ടർമാരാണ് ഉള്ളത്. 1,18,000 സ്ത്രീ വോട്ടർമാരാണ് ഈ മണ്ഡലത്തിൽ ഉള്ളത്. 1,13,000 പുരുഷ വോട്ടർമാരും ഉണ്ട്. എന്തായാലും ഇപ്പോൾ പോളിംഗ് അല്പസമയം മുൻപ് ആരംഭിച്ചു. കൃത്യം 7 മണിക്ക് തന്നെ പോളിംഗ് ആരംഭിച്ചു. വൈകിട്ട് 6 മണി വരെയാണ് പോളിംഗ് നടക്കുക. ഇപ്പോൾ തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കാരണം പല ജോലിക്ക് പോകേണ്ട ആളുകളും അങ്ങനെ മറ്റ് രാവിലെ അത്യാവശ്യ കാര്യങ്ങളുള്ള ആളുകളെല്ലാം തന്നെ നേരത്തെ തന്നെ ഇവിടെ ഏകദേശം 6:30 മുൻപ് തന്നെ ആളുകൾ ഇവിടെ എത്തിയിരുന്നു. പോളിംഗ് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി വരി നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പോളിംഗ് ആരംഭിച്ചു. അല്പസമയം മുൻപ് പോളിംഗ് ആരംഭിച്ചു. നമുക്ക് ഒരു വലിയ ക്യൂ തന്നെ ഇവിടെ ഈ ബൂത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു സ്കൂളിൽ 4 ഇടങ്ങളിലാണ് ബൂത്തുകൾ ഉള്ളത്. ആ 4 ഇടങ്ങളിലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രത്യേകം ക്യൂ സംവിധാനമടക്കം ഉണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ഭിന്നശേഷിക്കാർ ഇങ്ങോട്ട് വോട്ട് രേഖപ്പെടുത്താൻ വരുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട സംവിധാനങ്ങൾ ഉണ്ട്. അതോടൊപ്പം തന്നെ കുടിവെള്ളവും മറ്റ് സംവിധാനങ്ങളും എല്ലാം തന്നെ ഇവിടെ ഇത്തരത്തിലുള്ള എല്ലാ ക്രമീകരണങ്ങളും സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തി ആളുകൾ മടങ്ങുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. എന്തായാലും കഴിഞ്ഞ 3 ആഴ്ചയിലേറെ കാലമായി ഇവിടെ നടന്ന ആ ഒരു പ്രചാരണം, ശക്തമായ പ്രചാരണമാണ് എല്ലാ മുന്നണികളും ഇവിടെ നടത്തിയിരുന്നത്. അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഇന്ന് പോളിംഗ് വൈകിട്ട് 6 മണി വരെ പോളിംഗ് രേഖപ്പെടുത്തും. അതിനുശേഷം 23-ാം തീയതി, അതായത് വരുന്ന തിങ്കളാഴ്ചയാണ് ഫലം അറിയുക. എങ്ങനെയുണ്ട് ഒരു രാഷ്ട്രീയ കാലാവസ്ഥ? എല്ലാവരും നല്ല സ്പിരിറ്റിലാണ്. എല്ലാവർക്കും വോട്ട് ചെയ്യണം എന്നില്ല ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടി തന്നെയാണ് എല്ലാവരും വരുന്നത്. ഇന്നലെ രാത്രി കഠിനമായ മഴ ഉണ്ടായിട്ടും ഇതിനൊക്കെ തരണം ചെയ്ത് കണ്ട് ഇവിടെ വോട്ട് ചെയ്യാൻ എത്ര നേരത്തെ കാലത്ത് ഞങ്ങളൊക്കെ എത്തിയല്ലോ. അതിന് ഈ വോട്ടിങ്ങിനുള്ള സ്പിരിറ്റാണ് മനസ്സിലാക്കിയാൽ മതി. പ്രചാരണമൊക്കെ ആയിരുന്നു ഇവിടെ. എല്ലാ മുന്നണികളും ശക്തമായി ഒന്നിനൊന്നും ആർക്കും ഒന്നും പ്രവചിക്കാൻ പറ്റാത്തൊരു
കാലാവസ്ഥയാണ് ഇപ്പോഴത്തെ അവസ്ഥ. നല്ല പ്രചരണം തന്നെ ഉണ്ടായിട്ടുണ്ട്, നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ കേരളത്തിലുള്ള എല്ലാ ആൾക്കാരും ഇവിടെ തന്നെ ആയിരുന്നു. MLA-മാരായാലും മന്ത്രിമാരായാലും സ്ഥിരം ഇവിടെ തന്നെ നിന്നു. അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ഒഴുക്കിൻ്റെ കൂടെ ജനസജീവമായിട്ട് ഉണ്ടായിട്ടുണ്ട്. സജീവമായിട്ട് തന്നെ പ്രവർത്തനത്തിൽ എല്ലാവരും ഉൾക്കൊണ്ടിട്ടുണ്ട്. രാവിലെ മഴ ഒന്നുമില്ല, നല്ലൊരു കാലാവസ്ഥ. ഇപ്പം കുറച്ച് നല്ലൊരു കാലാവസ്ഥ. രാത്രിയൊക്കെ നല്ല മഴയായിരുന്നല്ലോ, ശക്തമായ മഴ ഉണ്ടായിരുന്നല്ലോ. എങ്കിലും അതിനെ വിളിച്ച് ഇത്ര നേരത്തെ കാലത്ത് ഞങ്ങൾക്ക് 6 മണിയാകുമ്പോൾ ഇവിടെ തന്നെ എത്തണം എന്നിട്ട് ആ വോട്ട് ചെയ്യണം എന്നില്ലേ, സമ്മതിദാനാവകാശം തീർച്ചയായിട്ടും ചെയ്യണം എന്നുള്ള ആവേശത്തോടാണ് ഇത് വരുന്നത്. രാവിലെ നേരത്തെ വന്ന മറ്റെന്തെങ്കിലും തിരക്കുകൾ പറഞ്ഞാൽ എനിക്ക് 9 മണിക്കാണ് എനിക്ക് കടയില്ലത്. ഞാൻ 9 മണിക്ക് കട തുറക്കണം. അതിൻ്റെ മുന്നായിട്ട് എല്ലാം വോട്ടിങ് ചെയ്യണം. ഇനി മുന്നേ മദറിനെ കൊണ്ടുവരണം, പ്രായമായതാണ്. അതൊക്കെ തന്നെയാണ്. ഓക്കെ, താങ്ക് യു. അങ്ങനെ രാവിലെ തന്നെ നിരവധി ആളുകൾ ഇവിടെ വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട്. ആ ഒരു ആവേശം എല്ലാവരിലും ഉണ്ട്. കാരണം ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ പ്രധാന നേതാക്കളെല്ലാം തന്നെ തമ്പടിച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണമാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി, ഏകദേശം 3 ആഴ്ചയിൽ കൂടുതലായി ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ആ ആവേശം ജനങ്ങൾക്കും ഉണ്ട്. കാരണം ഒരു കൃത്യമായി പ്രവചിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ശക്തമായൊരു മത്സരം തന്നെയാണ് LDF ആണെങ്കിലും UDF ആണെങ്കിലും NDA ആണെങ്കിലും മറുഭാഗത്ത് സ്വതന്ത്രനായി ണെങ്കിലും കൃത്യമായി തന്നെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നു. അരുൺ ആലത്തൂരിലേക്ക് കൂടി പോവുകയാണ്. അരുൺ, വോട്ടെടുപ്പിന്റെ ആദ്യ മണിക്കൂറുകളിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. എങ്ങനെയാണ് ആദ്യ മണിക്കൂറിലെ വോട്ടിംഗ്? ധാരാളം വോട്ടർമാർ ഇത്രയും അതിരാവിലെ തന്നെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്ന കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. മഴ ആദ്യം പലയിടത്തും ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഒന്ന് മഴ മാറി നിൽക്കുന്ന സാഹചര്യമുണ്ട്. ഏതായാലും ജോലിക്കും മറ്റുമൊക്കെ പോകുന്ന ആളുകൾ എത്രയും വേഗം പോളിംഗ് ബൂത്തിലേക്ക് എത്തി വോട്ട് രേഖപ്പെടുത്തി മടങ്ങാനുള്ള ഒരു തിരക്കിലാണ്. ഏതായാലും മിക്ക പോളിംഗ് ബൂത്തുകളിലും ഇപ്പോൾ ഈ രാവിലെ ആദ്യ മണിക്കൂറുകൾക്ക് അടുക്കുമ്പോൾ, അല്ലെങ്കിൽ ആദ്യ പോളിംഗ് ആരംഭിച്ച് ഏതാനും നിമിഷങ്ങൾ പിന്നിടുമ്പോൾ മികച്ച രീതിയിൽ തന്നെ പോളിംഗ് പുരോഗമിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ മിക്കയിടങ്ങളിലും വോട്ടർമാർക്ക് വേണ്ടി എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും ഈ മഴയുള്ളത് കൊണ്ട് തന്നെ പന്തലും മറ്റുമൊക്കെ ആയി ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അവർക്ക് തടസ്സമില്ലാതെ ക്യൂ നിന്ന് പോളിംഗ് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ എല്ലായിടത്തും ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ 14 പ്രശ്ന സാധ്യത ബൂത്തുകൾ, അത്തരം ബൂത്തുകളിലും വനത്തിനുള്ളിൽ ഉൾപ്പെടെയുള്ള പോളിംഗ് സ്റ്റേഷനുകളുമൊക്കെ മികച്ച രീതിയിൽ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇനി ഇത്തരത്തിൽ തിരക്ക് തുടരുകയാണെങ്കിൽ പോളിംഗ് ശതമാനത്തിൽ വലിയ ഇടിവുണ്ടാവാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ്. പൊതുവെ ഇത്തവണത്തെ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം പോളിംഗ് ശതമാനം കുറയുമോ എന്നുള്ള ആശങ്ക മുന്നണികൾക്കൊക്കെ തന്നെ ഉണ്ട്. കാരണം മുൻ തെരഞ്ഞെടുപ്പുകൾ പോലെയല്ല ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ്. നമുക്കറിയാം, ഈ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിൽ ആദ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ ജനങ്ങൾ വിജയിപ്പിച്ചു വിട്ട രാഹുൽ പെട്ടെന്ന് രാജിവെക്കുന്നു. തുടർന്ന് പ്രിയങ്ക വീണ്ടും ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. പ്രിയങ്ക തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ്, ലോക്സഭയുടെ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിനിടയ്ക്കാണ് ഈ MLA, അവർ തന്നെ ജയിപ്പിച്ചു വിട്ടിട്ടുള്ള MLA വീണ്ടും രാജിവെക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. ഏതായാലും തെരഞ്ഞെടുക്കപ്പെട്ട, അല്ലെങ്കിൽ ഈ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആളുകൾ ഇങ്ങനെ തുടർച്ചയായിട്ട് 2 പേരാണ് ഇവിടെ രാജിവെച്ച് വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊന്ന് മനസ്സ് മടുപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്നതാണ്. ഏതായാലും അത് ഏതെങ്കിലും തരത്തിൽ ഈ പോളിംഗ് ശതമാനത്തിൽ പ്രതിഫലിക്കുമോ, അല്ലെങ്കിൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ഈ വോട്ടെടുപ്പിൽ അവർ വിട്ടുനിൽക്കുമോ എന്നൊക്കെയുള്ള ആശങ്ക മുന്നണികൾക്ക് ഉണ്ട്. അത് ഏതായാലും ഇപ്പോഴത്തെ ഈ പോളിംഗ് ശതമാനം, അല്ലെങ്കിൽ ആളുകളുടെ തിരക്ക് കാണുമ്പോൾ അത്തരത്തിലൊരു വിമുഖത ആളുകളിൽ പൊതുവെ ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ചിത്രം മാത്രം നോക്കിയാൽ പോരാ, വരും മണിക്കൂറുകളിലുമൊക്കെ എങ്ങനെയായിരിക്കും ആളുകളുടെ തിരക്ക് എന്നുള്ളത് കൂടുതൽ അറിയേണ്ടതുണ്ട്. നിലവിൽ ഏതായാലും പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ 3 ആഴ്ചക്കാലം നീണ്ടുനിന്ന വാശിയേറിയ തെരഞ്ഞെടുപ്പ് പോരാട്ടം, ആ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനൊടുവിൽ നിലമ്പൂരിലെ ജനത ഏതായാലും വിധി എഴുതുന്നു എന്നുള്ളത് തന്നെയാണ്. നിലമ്പൂരിലെ വളരെ പ്രധാനപ്പെട്ട കാതലായ വിഷയങ്ങളൊക്കെ ചർച്ചയായ ഒരു തെരഞ്ഞെടുപ്പ് കൂടെയാണ് ഈ തെരഞ്ഞെടുപ്പ്. കാരണം വളരെ പ്രധാനപ്പെട്ട അനവധി വിഷയങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായത്. പ്രത്യേകിച്ച് NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ്, അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തോടുകൂടെ മലയോര ജനതയുടെ വിഷയങ്ങൾ വലിയ രീതിയിൽ BJP അല്ലെങ്കിൽ NDA ഉന്നയിക്കുന്ന ഒരു കാഴ്ച നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ കണ്ടതാണ്.
കാരണം സമാനതകളില്ലാത്ത ദുരിതമാണ് നിലമ്പൂരിലെ ജനങ്ങൾ അനുഭവിക്കുന്നത്. മലയോര ജനത പ്രത്യേകിച്ച് അനുഭവിക്കുന്നത് വന്യജീവി ആക്രമണങ്ങൾ തുടർക്കഥയാവുന്ന ഒരു സ്ഥിതി ഈ മണ്ഡലത്തിലുണ്ട്. നമുക്ക് തന്നെ അറിയാം, ഇന്നിപ്പോൾ കേരളത്തിൽ തന്നെ നിലമ്പൂരിന് തൊട്ടടുത്തുള്ള പാലക്കാട് ജില്ലയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരു ജീവൻ പൊലിഞ്ഞിരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ഈ നിലമ്പൂരിലെ ജനതയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കാട്ടാനയും പുലിയും അതുപോലെ തന്നെ കാട്ടുപന്നിയും ഒക്കെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി ജനങ്ങളുടെ ജീവന് വെല്ലുവിളിയാവുന്ന സ്ഥിതി നിരവധി തവണ ഉണ്ടായിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം കൂടി ഒരു 15 വയസ്സുകാരന് പന്നിക്ക് വെച്ച വൈദ്യുതി കെണിയിൽ നിന്ന് ഷോക്കേറ്റ് ജീവൻ നഷ്ടമാവുന്ന സ്ഥിതി ഉണ്ടായി. അനന്തു എന്ന ഒരു 15-കാരന്. അതും മണ്ഡലത്തിൽ വലിയ ചർച്ചയായതാണ്. അത്തരത്തിൽ മലയോര ജനത സമാനതകളില്ലാത്ത ദുരിതം അനുഭവിക്കുന്നു. അത് ഇടത് വലത് മുന്നണികൾ ഈ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചിട്ടും അത്തരം വിഷയങ്ങളിൽ ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പോഴും അത്തരം വിഷയങ്ങളൊക്കെ തുടരുന്നു എന്നുള്ളത് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം പ്രധാന ചർച്ചയായിരുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, മണ്ഡലത്തിലെ വികസന പ്രശ്നങ്ങളാണ്. നിലമ്പൂർ ബൈപ്പാസ് 30 വർഷത്തോളമായി ഇവിടെ ഇടത് വലത് മുന്നണികൾ ഈ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുമെന്ന് ജനങ്ങൾക്ക് വാഗ്ദാനം നൽകാൻ തുടങ്ങിയിട്ട്, പക്ഷേ ഇപ്പോഴും ആ ബൈപ്പാസ് യാഥാർത്ഥ്യമായിട്ടില്ല എന്ന് മാത്രമല്ല, നിലമ്പൂരിൽ മിക്ക സമയത്തും വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥിതിയുണ്ട്. അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന കാര്യമാണ്. അതും തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു, വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഒപ്പം തന്നെ നിലമ്പൂരിലെ കഴിഞ്ഞ പ്രളയ സമയത്തും മറ്റുമൊക്കെ തകർന്നിട്ടുള്ള പാലങ്ങൾ, അതുപോലെ തന്നെ റോഡുകൾ, ഇതൊന്നും പുനർനിർമ്മിക്കാതെ ഇപ്പോഴും വികസനം എത്താത്ത സ്ഥലങ്ങൾ, വനവാസി ജനങ്ങൾ തിങ്ങിപ്പറക്കുന്ന വനവാസി ഊരുകളിൽ വൈദ്യുതിയും വെളിച്ചവും മറ്റും ഒന്നുമില്ല, കുടിവെള്ളം ഒന്നുമില്ലാതെ അവർ ഇപ്പോഴും ടാർപോളിൻ കൊണ്ട് മറച്ച ഷെഡുകളിൽ കഴിയുന്ന ഒരു സ്ഥിതി. അത്തരം വിഷയങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയ ചർച്ചയായിരുന്നു. ഒപ്പം NDA BJP ഇത്തരം വിഷയങ്ങളൊക്കെ പ്രധാന ചർച്ചയാക്കിയിരുന്നു എന്നുള്ളതാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ കാണാൻ കഴിഞ്ഞത്. അതേസമയം തന്നെ ഇടത് വലത് മുന്നണികൾ പ്രധാനമായിട്ടും അവരുടെ ഫോക്കസ് ഏരിയ എന്നുള്ളത് ഒന്ന് മലപ്പുറം എന്ന പേരിനെ ചൊല്ലിയുള്ള വിവാദങ്ങളായിരുന്നു. അവർ പ്രധാനമായിട്ടും തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ ഘട്ടങ്ങളിൽ ചർച്ചയാക്കിയത് മലപ്പുറം എന്ന ആ ഒരു പേര്, അതിനെ ചൊല്ലിയുള്ള വലിയ തർക്കങ്ങൾ, അതൊക്കെയായിരുന്നു ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൽ ഇടത് വലത് മുന്നണികൾ ചർച്ചയാക്കിയത്. അതിന് പിന്നാലെ തൊട്ടടുത്ത് മറ്റൊരു വിവാദം ഉയർത്തിക്കൊണ്ടുവന്നത് ഈ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഈ ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ PDP, ഈ 2 ഭീകരവാദ ശക്തികളുടെ പിന്തുണ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലായിരുന്നു വിവാദമുണ്ടായത്. കാരണം UDF ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ അവരുടെ പിന്തുണ തേടിക്കൊണ്ട് അവരെ വെള്ളപൂശുന്ന ഒരു സമീപനവുമായിട്ട് രംഗത്തെത്തുകയായിരുന്നു. അതേസമയം തന്നെ PDP എന്ന വർഗീയ പാർട്ടിയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇടതുപക്ഷവും അവരുടെ പിന്തുണയ്ക്ക് വേണ്ടി അവരെ വെള്ളപൂശുന്ന നിലപാടുകളുമായിട്ട് രംഗത്തെത്തുകയായിരുന്നു. ഇത്തരത്തിൽ ഈ 2 ഭീകരവാദ ശക്തികളെ കൂട്ടുപിടിക്കുന്നത് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കും എന്നുള്ളത് വലിയ രീതിയിൽ പറഞ്ഞിരുന്നു. അതായത് ഇത്തരം വിഷയങ്ങൾ നാടിൻ്റെ നിലനിൽപ്പിന് തന്നെ വലിയ ദോഷം ചെയ്യും എന്നുള്ള വിമർശനങ്ങൾ ഉയരുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഏതായാലും അത്തരം വിഷയങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയ ചർച്ചയായിരുന്നു എന്നുള്ളതാണ്. ഈ വിവാദങ്ങളും മറ്റുമൊക്കെ വലിയ ചർച്ചയായിരുന്നു. ഇടത് വലത് മുന്നണികൾ നിരന്തരം വിവാദങ്ങൾ ചർച്ചയാക്കാനായിരുന്നു ശ്രമിച്ചിരുന്നത്. ഏതായാലും അതിനൊക്കെ ഒടുവിലാണ് ഇപ്പോൾ ഈ അരുൺ, അതുപോലെ തന്നെ ഈ മുന്നണികളൊക്കെ വിശ്വസിക്കുന്നത് വോട്ടെടുപ്പ് ശതമാനം കുറയും. കാരണം ഇത് വരുത്തിവെച്ച തെരഞ്ഞെടുപ്പാണല്ലോ, അതുകൊണ്ട് തന്നെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തില്ല എന്നൊരു ആശങ്ക അവർക്കുണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, നിലമ്പൂരിലെ ജനതയെ സംബന്ധിച്ചിടത്തോളം ഇത് അവർ ഒരു ആവേശത്തിൻ്റെ മണിക്കൂറുകളായി കരുതുന്നു. ഞങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിച്ച് ഇതിനൊരു മറുപടി നൽകണമെന്ന് അവർ കരുതുന്നു എന്ന് തോന്നുന്നു. അത്തരത്തിലുള്ള പ്രതികരണമാണ് ശിവദാസിനൊപ്പം ഉണ്ടായിരുന്ന ആ വോട്ടർ നമ്മളോട് പങ്കുവച്ചത്. അപ്പോൾ ജനങ്ങൾ അവരുടെ ഒരു അമർഷം രേഖപ്പെടുത്താനുള്ള ഒരു സാഹചര്യമായി ഇതിനെ കാണുന്നുണ്ട് എന്ന് തോന്നുന്നു, അല്ലേ? വരുത്തിവെച്ച തെരഞ്ഞെടുപ്പാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെ ഈ വരുത്തിവെച്ച തെരഞ്ഞെടുപ്പിൽ ആളുകൾ പൊതുവെ വോട്ട് ചെയ്യുന്നതിന് വിമുഖത കാണിക്കുമോ എന്നുള്ളൊരു കാര്യമായിരുന്നു നേരത്തെ മുന്നണികളൊക്കെ ഉന്നയിച്ചിരുന്നത്. ഇപ്പോഴേതായാലും ആ വിമുഖതപ്പുറം ജനങ്ങളുടെ ഭാഗത്തു നിന്ന് അവരുടെ ആ ഒരു പ്രതിഷേധവും, അതല്ലെങ്കിൽ തങ്ങൾ ജയിപ്പിച്ചു വിട്ടുപോയ ആളുകൾ ഇങ്ങനെ നിരന്തരം
വീണ്ടും ഇങ്ങനെ ഉപതെരഞ്ഞെടുപ്പൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെതിരെ അവർ രൂക്ഷമായിട്ട് പ്രതികരിക്കാനുള്ള സാധ്യതയും കാണുന്നു എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഈ ആളുകളുടെ തിരക്കൊക്കെ കാണുമ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും നിലമ്പൂരിലെ ജനത പ്രതികരിക്കുകയാണോ ഇപ്പോൾ എന്നും നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. നിലവിൽ ശിവദാസ് നിൽക്കുന്ന ആ ബൂത്തിലാണെങ്കിലും ഞാൻ നിൽക്കുന്ന വീട്ടിക്കുത്തിലെ ഈ ഒരു LP സ്കൂളിലാണെങ്കിലും ഒക്കെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ സ്ഥാനാർത്ഥികൾ ഓരോരുത്തരായിട്ട് വോട്ട് ചെയ്യുന്നതിന് വേണ്ടി എത്തുന്നുമുണ്ട്. ഞാൻ നിൽക്കുന്ന വീട്ടിക്കുത്ത് ബൂത്തിലാണ് UDFന്റെ സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്ത് കുടുംബസമേതം വോട്ട് ചെയ്യാൻ വേണ്ടി എത്താൻ പോകുന്നത്. ശിവദാസ് നിൽക്കുന്ന ആ ബൂത്തിലേക്ക് M സ്വരാജും കുടുംബസമേതം വോട്ട് ചെയ്യാൻ എത്തും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഒപ്പം NDA സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് മോഹൻ ജോർജ്, അദ്ദേഹത്തിനും ചുങ്കത്തറയിലാണ് അദ്ദേഹത്തിൻ്റെ വോട്ടുള്ളത്. അത് 10 മണിയോടുകൂടി ആയിരിക്കും അദ്ദേഹം വോട്ട് രേഖപ്പെടുത്താൻ എത്തുക എന്നുള്ളതാണ്. ഏതായാലും വാശിയേറിയ പോരാട്ടമായിരുന്നു. ആ വാശിയേറിയ പോരാട്ടത്തിൽ നിലമ്പൂരിലെ ജനത എന്താണ് വിധി എഴുതുന്നത് എന്നുള്ളത് നമുക്ക് ആകാംക്ഷയോട് തന്നെ കാത്തിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. 23-ന് വോട്ടെണ്ണുമ്പോൾ മാത്രമേ ആ കാര്യങ്ങളിലൊരു വ്യക്തത ലഭിക്കുകയുള്ളൂ. എന്താണ് നിലമ്പൂരിലെ ജനങ്ങൾ കരുതുന്നത് എന്നുള്ളതിലൊരു വ്യക്തത ലഭിക്കുകയുള്ളൂ. അവിടെ ഇടത് സ്ഥാനാർത്ഥി M സ്വരാജ് വോട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം കുടുംബസമേതമാണ് എത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് 10 മണിയോടുകൂടി ചുങ്കത്തറയിലെത്തി വോട്ട് രേഖപ്പെടുത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ പ്രശ്നബാധിത ബൂത്തുകൾ 14 എണ്ണം ഉണ്ട്. അവിടെ കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. ഇത് സംബന്ധിച്ച വിശദാംശങ്ങളൊപ്പം പല രീതിയിലുള്ള വിവാദങ്ങളാണ് ഈ നിലമ്പൂരിൽ പ്രതിഫലിക്കാൻ പോകുന്നത് എന്നാണ് മുന്നണികളും കരുതുന്നത്. ജനങ്ങൾ വളരെ ആവേശത്തിലാണ് എന്ന് നമുക്ക് ഇതിനു മുൻപ് വന്ന പ്രതികരണത്തിൽ നിന്ന് തന്നെ വ്യക്തവുമാണ്. ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളൊക്കെ എത്തിയിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. കാരണം പ്രതികൂല കാലാവസ്ഥയുണ്ട്. ഇതെല്ലാം തന്നെ തരണം ചെയ്ത് അല്ലെങ്കിൽ ഇതെല്ലാം തന്നെ വകവെക്കാതെയാണ് ആളുകൾ ഇത്തരത്തിൽ ബൂത്തുകളിലേക്ക് എത്തിക്കൊണ്ട്. നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. രാവിലെ 7 മണി മുതൽ അവിടെ വോട്ടെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. വൈകിട്ട് 6 മണി വരെയാണ് പോളിംഗ് നടക്കുക. ഉപതെരഞ്ഞെടുപ്പിനായി 59 പുതിയ പോളിംഗ് സ്റ്റേഷനുകൾ ഉൾപ്പെടെ ആകെ 263 പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. വനത്തിൽ 3 പോളിംഗ് സ്റ്റേഷനുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതുൾപ്പെടെ 14 ക്രിട്ടിക്കൽ ബൂത്തുകളിൽ വലിയ സുരക്ഷാ സന്നാഹങ്ങളുണ്ട്. മുന്നണികളൊക്കെ വലിയ ആശങ്കയിലാണ്. കാരണം ഇത് ഒരു വരുത്തിവെച്ച തെരഞ്ഞെടുപ്പാണ് എന്ന് അവർക്ക് തന്നെ അറിയാം. പക്ഷേ ജനങ്ങൾ തീർച്ചയായും ഞങ്ങൾ വോട്ട് ചെയ്യും എന്ന ഉറപ്പോടുകൂടി അവർ പോളിംഗ് ബൂത്തുകളെ സജീവമാക്കി പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ജോലിക്ക് പോകേണ്ടവരുണ്ട്. ജോലിക്ക് പോകുമ്പോൾ കുടുംബങ്ങളിലുള്ളവരെ വോട്ട് ചെയ്തു എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവരെല്ലാം തന്നെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ പോളിംഗ് ബൂത്തുകളൊക്കെ ആദ്യ മണിക്കൂറിൽ തന്നെ സജീവമാണ് എന്നുള്ളതാണ്. എന്തായാലും നമ്മുടെ 2 പ്രതിനിധികളാണ് നിലമ്പൂരിലുള്ളത്. ശിവദാസ് ഉള്ളത് മുതീരി മാങ്കൂത്ത് LP സ്കൂളിലാണ്. ശിവദാസ്, നമ്മൾ പറഞ്ഞു വന്നത് പല വിധത്തിലാണ് അവിടെ വിവാദങ്ങൾ ഉണ്ടായത്. PDP ജമാഅത്തെ കൂട്ടുകെട്ടിനെ കുറിച്ചായാലും ഒരു പെട്ടി വിവാദം ഉണ്ടാക്കിയെടുക്കാൻ UDF ശ്രമിച്ചിരുന്നു. ഈ വിവാദങ്ങളെല്ലാം തന്നെ ഏത് രീതിയിലായിരിക്കും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്നത്? സ്വാഭാവികമായും ഇത്തരത്തിലുള്ള വിവാദങ്ങളെല്ലാം തന്നെ ഈ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം നമുക്കറിയാം അതിശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഒരു നിയമസഭാ മണ്ഡലം കൂടിയാണ് നിലമ്പൂർ. കൃത്യമായി പ്രവചിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടിയാണ് നിലമ്പൂരിൽ ഉള്ളത്. കാരണം LDF ആണെങ്കിലും UDF ആണെങ്കിലും PV അൻവർ സ്വതന്ത്രനായി മത്സരിക്കുന്നു. അതോടൊപ്പം തന്നെ NDA മറുഭാഗത്ത് ശക്തമായ പ്രചാരണവുമായി രംഗത്തുണ്ടായിരുന്നു. കൃത്യമായി തന്നെ പ്രവചനം അസാധ്യമായ ഒരു നില കൂടിയാണ് ഉള്ളത്. ഈ സാഹചര്യത്തിലാണ് ഇവിടെ പ്രചാരണം കടന്നുപോയത്. അതുകൊണ്ട് തന്നെ വിവിധ വിഷയങ്ങൾ ഈ പ്രചാരണ സമയത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം നമ്മൾ രാവിലെ തന്നെ ഇത്തരത്തിലുള്ള ആളുകളുടെ പ്രതികരണം എല്ലാം തന്നെ എടുത്തിരുന്നു. എല്ലാവരും വലിയ ആവേശത്തിൽ തന്നെയാണ് വോട്ടെടുപ്പിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത്. രാവിലെ തന്നെ ഏകദേശം 6:30 മുൻപ് തന്നെ ആളുകൾ ഈ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിരുന്നു. 7 മണിക്കാണ് പോളിംഗ് ആരംഭിക്കുന്നത് എങ്കിൽ പോലും അതിന് തൊട്ട് മുൻപ്
മുൻപ് 6:30 മുൻപ് തന്നെ ആളുകൾ ഈ പോളിംഗ് ബൂത്തിലേക്കെല്ലാം തന്നെ എത്തിയിരുന്നു. വലിയ ഒരു നിര ചില ഇടങ്ങളിലൊക്കെ നമുക്ക് രാവിലെ തന്നെ കാണാൻ കഴിയും. പ്രതികൂല കാലാവസ്ഥ ഉണ്ട്. നിലവിലിപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഉള്ളത്. പക്ഷേ രാഷ്ട്രീയ കാലാവസ്ഥ അത്ര തണുത്തതല്ല, ചൂടുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥ തന്നെയാണ് നിലമ്പൂരിൽ ഉള്ളത്. ഇന്നലെ രാത്രിയൊക്കെ മഴ പെയ്തിരുന്നെങ്കിലും രാവിലെ അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ പോലും നിലവിൽ ഒരു മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ കൂടുതൽ ആളുകളെല്ലാം തന്നെ വോട്ട് രേഖപ്പെടുത്തി പോകുവാനുള്ള ഒരു തിരക്കിൽ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് രാവിലെ കൂടുതൽ ആളുകളൊക്കെ ഓരോ പോളിംഗ് ബൂത്തുകളിലേക്കും എത്തുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു ഫലം തന്നെയായിരിക്കും നിലമ്പൂരിൽ നിന്നും ഉണ്ടാവുക. പ്രത്യേകിച്ച് ഇനി വളരെ കുറച്ച് മാസങ്ങൾ മാത്രമാണ് കേരളത്തിൻ്റെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഉള്ളത്. അതിൻ്റെ തൊട്ട് മുൻപ് മാസങ്ങൾക്ക് മുൻപ് നടക്കുന്ന ഈ ഉപതെരഞ്ഞെടുപ്പ് അതിനു മുൻപുള്ള ഒരു സെമി ഫൈനൽ ആയിട്ടാണ് രാഷ്ട്രീയ നേതാക്കളും മുന്നണികളും മറ്റ് എല്ലാവരും ആ രീതിയിലാണ് വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു പ്രചാരണമാണ് എല്ലാ മുന്നണികളും ഇവിടെ നടത്തിയിട്ടുള്ളത്. വിവിധ വിവാദ വിഷയങ്ങൾ അടക്കം ഇവിടെ ചർച്ച ചെയ്തിരുന്നു. നമുക്കറിയാം UDFൻ്റെ ജമാഅത്തെ ഇസ്ലാമിക് കൂട്ടുകെട്ട്, അതോടൊപ്പം തന്നെ PDP LDF കൂട്ടുകെട്ട്, ഇതെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഒരു ചർച്ച ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്, ചർച്ച ചെയ്തിരുന്നു. അതെല്ലാം സ്വാഭാവികമായും ഈ തിരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. കാരണം ഒരു മതമൗലികവാദ സംഘടനകളുമായുള്ള ഒരു കൂട്ടുകെട്ട്, അത് ഇടത് വലത് മുന്നണികൾ അത്തരത്തിലുള്ള ഒരു കൂട്ടുകെട്ടുമായി രംഗത്ത് വന്നിരുന്നു. പക്ഷേ ഈ നിലമ്പൂരിനെ സംബന്ധിച്ച് ഒരു അവികസിത നിയമസഭാ മണ്ഡലം കൂടിയാണ്. ഇടത് വലത് മുന്നണികൾ മാറി മാറി ഭരിച്ച ഒരു നിയമസഭാ മണ്ഡലം കൂടിയാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലം. ഇവിടെ പക്ഷേ കൃത്യമായ ഒരു വികസനം നടക്കാത്ത ഒരു മണ്ഡലം കൂടിയാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ നിരവധി ഉള്ള ഒരു മണ്ഡലം. ബൈപ്പാസ് പോലും കൃത്യമായി വർഷങ്ങളായി ഒരു സ്വപ്നമായി അവശേഷിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ കേരളത്തിൽ തന്നെ മലയോര മേഖല വനവാസികളെല്ലാം തന്നെ കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന ഒരു ഇടം കൂടിയാണ് നിലമ്പൂർ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അവരുടെ കുറേ പ്രശ്നങ്ങൾ ഉണ്ട്. വന്യജീവി ശല്യം അതിരൂക്ഷമായ ഒരു ഇടം കൂടിയാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇടത് സ്ഥാനാർത്ഥി സ്വരാജ് ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തി വരികയാണ്. ഈ മാങ്കൂത്ത് LP സ്കൂളിലാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത്. മുതിരിയിൽ, അതായത് നിലമ്പൂർ നഗരസഭയിലെ തന്നെ ഒരു സ്കൂളാണ് ഈ മാങ്കൂത്ത് സ്കൂൾ. ഇവിടെ ഇടത് സ്ഥാനാർത്ഥി M സ്വരാജ് ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം അച്ഛനോടൊപ്പം ആണ് ഈ പോളിംഗ് ബൂത്തിലേക്ക് വന്ന് വോട്ട് രേഖപ്പെടുത്തിയത്. അതിനുശേഷം അദ്ദേഹം പുറത്ത് ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ UDF സ്ഥാനാർത്ഥിയും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തും. NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് 10 മണിക്കാണ് വോട്ട് രേഖപ്പെടുത്തുക. ഇങ്ങനെ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ഈ 3 സ്ഥാനാർത്ഥികൾക്കും ഇവിടെ വോട്ട് ഈ മണ്ഡലത്തിൽ തന്നെയാണ് വോട്ടുള്ളത്. മറ്റ് ചില സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്കും മണ്ഡലത്തിൽ വോട്ടുണ്ട്. PV അൻവറിന് ഈ മണ്ഡലത്തിലല്ല വോട്ട്. എന്തായാലും അദ്ദേഹം ഇപ്പോൾ മറ്റ് ആളുകളെയൊക്കെ കാണാൻ വേണ്ടി പോവുകയാണ്. നിലമ്പൂർ നമുക്കറിയാം ഇന്ന് പ്രചാരണത്തിന് ശേഷം ഏറ്റവും കൂടുതൽ സ്ത്രീ വോട്ടർമാരാണ്. 1,18,000 കൂടുതൽ സ്ത്രീ വോട്ടർമാർ ഉണ്ട്. ഏകദേശം 7,000 കൂടുതൽ പുതിയ വോട്ടർമാർ ഈ നിയമസഭാ മണ്ഡലത്തിൽ ഉണ്ട്. 1,13,000 വോട്ടർമാരാണ് പുരുഷ വോട്ടർമാരായി ഈ മണ്ഡലത്തിൽ ഉള്ളത്. അതോടൊപ്പം തന്നെ 8 ട്രാൻസ്ജെൻഡേഴ്സ് വോട്ടർമാർ ഉണ്ട്. 263 പോളിംഗ് സ്റ്റേഷനുകളാണ് ആകെ ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉള്ളത്. അതിൽ തന്നെ 59 പുതിയ പോളിംഗ് സ്റ്റേഷനുകൾ ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉണ്ട്. 14 പ്രശ്ന സാധ്യതാ ബൂത്തുകൾ ഉണ്ട്. 11 എണ്ണം മറ്റ് പല ഇടങ്ങളിലുമായിട്ടാണ്. 3 എണ്ണം വനത്തിനുള്ളിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. കാരണം നമുക്കറിയാം ഒരു മാവോയിസ്റ്റ് ഭീഷണിയൊക്കെ നിലനിന്നിരുന്ന ഒരു ഇടം കൂടിയാണ്. പക്ഷേ നിലവിൽ അത്തരത്തിലുള്ള ഒരു ഭീഷണിയും ഇല്ല. മാവോയിസ്റ്റ് ഭീഷണി നിലവിൽ ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഇല്ല എന്നാണ് പോലീസ് അധികാരികൾ തന്നെ പറയുന്നത്. കുപ്പു ദേവരാജും അജിതയും അടക്കം ഇവിടെ നേരത്തെ വനത്തിനുള്ളിൽ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടിരുന്നു. അത്തരത്തിൽ മാവോയിസ്റ്റ് ഭീഷണി ശക്തമായി നിന്നിരുന്ന ഒരു ഇടം കൂടിയാണ്. പക്ഷേ ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു ഭീഷണിയൊന്നും തന്നെ ഇല്ല. എങ്കിലും 14 പ്രശ്ന സാധ്യതാ ബൂത്തുകൾ ഇവിടെ ഉണ്ട്. അതിൽ തന്നെ
തന്നെ 11 എണ്ണം മറ്റ് പലയിടങ്ങളിലും മറ്റ് 7 ഇടങ്ങളിലായിട്ട് 11 പ്രശ്ന സാധ്യതാ ബൂത്തുകളും 3 എണ്ണം വനത്തിനുള്ളിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അവിടെ പ്രത്യേകം സജ്ജമാക്കി ചങ്ങാടത്തിലടക്കം സഞ്ചരിച്ച് വേണം ഇത്തരം ബൂത്തുകളിലേക്ക് പോകാൻ. അവിടെ ഇന്നലെ തന്നെ ഉദ്യോഗസ്ഥരടക്കം അവിടെ എത്തി ഇതിനു വേണ്ട പോളിംഗ് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ കൃത്യമായി തന്നെ എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഈ ഒരു ബൂത്തുകളിലൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ആകെ 10 സ്ഥാനാർത്ഥികളാണ്, സ്വതന്ത്രൻ അടക്കം മുന്നണി സ്ഥാനാർത്ഥികളും അടക്കം ആകെ 10 സ്ഥാനാർത്ഥികളാണ് ഈ നിയമസഭാ മണ്ഡലത്തിൽ ഇപ്പോൾ മത്സരിക്കുന്നത്. ഏകദേശം നമുക്ക് അറിയാം തുടരുക. നിലമ്പൂരിൽ വോട്ടെടുപ്പ് തുടങ്ങിയിരിക്കുകയാണ്. ആദ്യ മണിക്കൂറിൽ തന്നെ വളരെ സജീവമായി വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. നിലമ്പൂരിൽ നിന്ന് അരുൺ ആലത്തൂരും ശിവദാസ് കന്മനവുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ്. രാവിലെ 7 മണി മുതൽ തന്നെ അവിടെ വോട്ടെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. ആദ്യ മണിക്കൂറുകളിൽ വളരെ സജീവമായി നിൽക്കുന്ന പോളിംഗ് ബൂത്തുകളെയാണ് നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. അരുൺ ആലത്തൂരും ശിവദാസ് കന്മനവുമാണ് നിലമ്പൂരിൽ നിന്ന് നമുക്കൊപ്പം ഉള്ളത്. അതിനൊപ്പം തന്നെ ഇടത് സ്ഥാനാർത്ഥി എം സ്വരാജ് മാധ്യമങ്ങളെ കാണുകയാണ്. ആദ്യം ആ പ്രതികരണത്തിലേക്ക്. വോട്ട് ചെയ്ത ബൂത്ത് 202-ാം ബൂത്തിൽ ചെറിയ ക്യൂ, വളരെ നീണ്ട ക്യൂ എന്ന് പറഞ്ഞുകൂടാ. പക്ഷേ ആ ബൂത്ത് ക്രമീകരിച്ചിരിക്കുന്നത് ഒരു വാതിൽ മാത്രമേ ഉള്ളൂ ബൂത്തിലേക്ക് പോകാൻ. അതുകൊണ്ട് അവർ തിരക്കൊഴിവാക്കുന്നതിന് വേണ്ടി, വോട്ട് ചെയ്യുന്ന സ്ഥലത്തെ തിരക്കൊഴിവാക്കുന്നതിന് വേണ്ടി ഒരാൾ വോട്ട് ചെയ്ത് കഴിഞ്ഞ് മാത്രമേ അടുത്ത ആളെ വിളിക്കുന്നുള്ളൂ. അതുകൊണ്ട് സാവധാനത്തിലാണ് അവിടെ വോട്ടിംഗ് പ്രക്രിയ നടക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ചെറിയ ക്യൂ വന്നത്. മറ്റ് ചില ബൂത്തുകളിൽ ക്യൂ ഇല്ല, ആളുകൾ വന്ന് വോട്ട് ചെയ്യാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. പിന്നെ ജനാധിപത്യത്തിൽ എല്ലാവരും വോട്ട് ചെയ്യുമ്പോഴാണ്, 100% വോട്ട് രേഖപ്പെടുത്തുമ്പോഴാണ് ജനാധിപത്യം ഏറ്റവും കൂടുതൽ അർത്ഥപൂർണ്ണമാവുക. അപ്പോൾ പോളിംഗ് ശതമാനം ഉയരട്ടെ, എല്ലാവരും വോട്ടവകാശം വിനിയോഗിക്കട്ടെ എന്നാണ് നമുക്ക് ആഗ്രഹിക്കാൻ കഴിയുക. ശേഷം പറയാനുള്ളത് ഇല്ല, വോട്ട് രേഖപ്പെടുത്തി എല്ലാവരോടും വോട്ട് ചെയ്യുക എന്നാണ് പറയാനുള്ളത്. ആർക്ക് വോട്ട് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത് പിന്നീട് വരുന്നൊരു കാര്യമാണ്. എല്ലാവരും വോട്ട് ചെയ്യുക. ഞാൻ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യണമെന്ന് സ്വാഭാവികമായിട്ട് ഞാൻ പറയുമല്ലോ. പക്ഷേ വോട്ടവകാശം വിനിയോഗിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമ്മുടെ ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ. അതുകൊണ്ട് എല്ലാവരും വോട്ടവകാശം വിനിയോഗിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കോൺഫിഡൻസ് ലെവൽ വരികയാണല്ലോ, വലിയൊരു പ്രതീക്ഷയിലാണോ? ഒരു ഘട്ടത്തിലും ആശങ്ക തോന്നിയിട്ടില്ല, പിന്നല്ലേ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിൽ ആശങ്ക തോന്നുന്നു. നല്ല ആത്മവിശ്വാസമുണ്ട്. അത് വ്യക്തിപരമായിട്ടുള്ളൊരു ആത്മവിശ്വാസം മാത്രമല്ല, ഈ നാട് പകർന്നു നൽകിയ ആത്മവിശ്വാസമാണ്. അത് ഇടതുമുന്നണി പ്രവർത്തകർക്കാകെ ആത്മവിശ്വാസമുണ്ട്. ഓരോ ദിവസം കഴിയും തോറും, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഓരോ ദിനം കഴിയും തോറും ആ ആത്മവിശ്വാസം വർദ്ധിച്ചു വരികയാണ് ചെയ്തത്. വർദ്ധിച്ചു വരുന്ന അനുഭവമാണ് ഉണ്ടായത്. നല്ല സമ്പൂർണ്ണമായ ആത്മവിശ്വാസത്തോടെ, ആഹ്ലാദത്തോടെയാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് ദിവസത്തെ വരവേൽക്കുന്നത്. ഞങ്ങളുടെ പ്രവർത്തകർ വോട്ട് ചെയ്യുന്നത്, എല്ലാവരും വോട്ട് ചെയ്യുന്നു. അതിന് വലിയ വരവേൽപ്പാണ് ഈ മണ്ഡലം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നൽകിയത്. അതൊക്കെ വോട്ടിങ്ങിലേക്ക് പ്രതീക്ഷയിൽ കവിഞ്ഞ പിന്തുണയും ഐക്യദാർഢ്യവുമാണ് എല്ലായിടത്തു നിന്നും ലഭിച്ചത്. അത് ഈ തെരഞ്ഞെടുപ്പ് മണിക്കൂറുകളിലും വരെ, അതായത് ഏതെങ്കിലും ഒരു സമയത്ത് അതിൽ നിന്ന് പുറകോട്ട് പോയിട്ടില്ല. തീർച്ചയായിട്ടും അത് എല്ലാവർക്കും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർക്കും LDF വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അവരുടെ പ്രതീക്ഷകളെ അരക്കിട്ടുറപ്പിക്കുന്ന അനുഭവമാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്തുടനീളം മണ്ഡലത്തിലുണ്ടായത്. ഓക്കെ, റെഡി. അതെ അതെ അതെ. അപ്പോൾ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് ഇനി ബൂത്തുകൾ സന്ദർശിക്കുകയാണ് ചെയ്യുക. നിലമ്പൂർ നഗരസഭയിലെ വിവിധ ബൂത്തുകളിൽ നിന്ന് സന്ദർശനം ആരംഭിച്ച് അങ്ങനെ പോകാമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഓക്കെ, ശരി. റെഡി. ഇടത് സ്ഥാനാർത്ഥി എം സ്വരാജ് വോട്ട് ചെയ്തതിന് ശേഷം മാധ്യമങ്ങളെ കാണുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വലിയ ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹം. നേരത്തെ പോലും തനിക്ക് ആശങ്കയുണ്ടായിരുന്നില്ല, പിന്നെയല്ലേ ഇന്ന് തെരഞ്ഞെടുപ്പ് ദിവസം എന്ന് പറയുകയാണ് എം സ്വരാജ്. അദ്ദേഹം എന്തൊക്കെ രീതിയിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചാലും വരുത്തിവെച്ച തെരഞ്ഞെടുപ്പാണ്. PV അൻവറുമായിട്ടുള്ള തർക്കത്തെ തുടർന്നുണ്ടായ രാജിയും മറ്റും നിലമ്പൂരുകാരും കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഏത് രീതിയിലാണ് ജനങ്ങൾ പ്രതികരിക്കാൻ പോകുന്നത് എന്ന കാര്യം നമുക്ക് 23-ാം തീയതിയാണ് അറിയാൻ സാധിക്കുക. അന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത്. എന്തായാലും അദ്ദേഹം വോട്ട് ചെയ്ത് അവിടെ നിന്ന് മടങ്ങുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശിവദാസ് നമുക്കൊപ്പം ചേരുകയാണ്. ശിവദാസ്, വലിയ ആത്മവിശ്വാസത്തിലാണ് എം സ്വരാജ് അല്ലേ?
തീർച്ചയായും അദ്ദേഹം ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. അത് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് പങ്കുവച്ചത്. വോട്ട് തീയതി പ്രഖ്യാപിച്ച ആ ദിവസം മുതൽ തന്നെ ശക്തമായൊരു പ്രചാരണമാണ് മത്സരത്തിൽ ഈ ഒരു മണ്ഡലത്തിൽ നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസം കഴിയുന്തോറും ആത്മവിശ്വാസം കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് എം സ്വരാജ് ഇപ്പോൾ പ്രതികരിച്ചത്. എന്തായാലും എല്ലാവരും വോട്ട് രേഖപ്പെടുത്തണം. സമ്മതിദാന അവകാശം ഓരോരുത്തരും അത് വിനിയോഗിക്കണം. അത് ജനാധിപത്യത്തിൻ്റെ ഒരു പ്രക്രിയയുടെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു സമ്മതിദാനാവകാശം വിനിയോഗിക്കണം. താൻ LDF സ്ഥാനാർത്ഥി ആയതുകൊണ്ട് അത്തരത്തിൽ ഒരു സ്വാഭാവികമായും പറയുക LDF സ്ഥാനാർത്ഥി ആയതുകൊണ്ട് തനിക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു കാര്യവും അദ്ദേഹം പറഞ്ഞിരുന്നു. അദ്ദേഹം രാവിലെ 7 മണിക്ക് തന്നെ ഈ മാങ്കൂത്ത് LP സ്കൂളിലേക്ക് വോട്ട് ചെയ്യാനായി എത്തിയിരുന്നു. ഏകദേശം 6:45 തന്നെ അദ്ദേഹം ഇവിടേക്ക് എത്തി. ക്യൂവിൽ നിന്നോ വളരെ സാവധാനമാണ് ഇപ്പോൾ പോളിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ആത്മവിശ്വാസത്തിൽ തന്നെയാണ് എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ശിവദാസ്. നമുക്ക് ഈ വാർത്തയിലേക്ക് വരും മണിക്കൂറുകളിലേക്ക് കൂടുതൽ വിശദാംശങ്ങൾ വരാം. നിലമ്പൂരിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. ആദ്യ മണിക്കൂറിൽ വളരെ സജീവമായി നിൽക്കുന്ന പോളിംഗ് ബൂത്തിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിലമ്പൂരിൽ നിന്ന് ശിവദാസും അരുൺ ആലത്തൂരുമാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഇന്ന് ലോക വായനാ ദിനമാണ്. വായിച്ചു വളരുക, വിവേകത്തിൽ ചിന്തിക്കുക. ഈ സന്ദേശം തന്നെയാണ് PN പണിക്കർ നമുക്കായി അന്ന് പണ്ട് പങ്കുവച്ചത്. ആ ഒരു സന്ദേശം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇത് സംബന്ധിച്ച വാർത്തയിലേക്കാണ് ആദ്യം പോകുന്നത്. ഇന്ന് വായനാ ദിനത്തിൽ നമുക്ക് പരിചയപ്പെടുത്താൻ ഉള്ളത് ഒരു കൊച്ചു വൊറേഷ്യസ് റീഡറെയാണ്. 8 വയസ്സുള്ള എറണാകുളം പള്ളുരുത്തി സെന്റ് അലോഷ്യസ് സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥി ഇതിനോടകം വായിച്ച് തീർത്ത പുസ്തകങ്ങൾ 300-ലേറെയാണ്. നോവലിൻ്റെയും ചെറുകഥകളുടെയും പണിപ്പുരയിലുള്ള ആളാണ് ഈ കൊച്ചുമിടുക്ക്. 200 എട്ടുകാലി, 50 പാറ്റ, 30 ജീവിട്, 5 തേൾ, 4 പഴുതാര, ഒരു 500 ചിതലുകൾ. അതിനെയൊക്കെ കശ്മലേ നീ എന്തു ചെയ്തു? കൊന്നു ഭൂമിയുടെ അവകാശികൾ. ദേവതീർത്ഥന് ഇന്ന പുസ്തകമെന്നൊന്നുമില്ല, എന്തും വായിക്കും. അതിൽ മഹാഭാരതവും രാമായണവും ഫിക്ഷനും ഹൊററും എല്ലാം ഉൾപ്പെടും. പഠനത്തിന് ശേഷം സമയം കിട്ടുന്ന വേളകളിലെല്ലാം ഈ 4ാം ക്ലാസ്സുകാരൻ പുസ്തകങ്ങളുടെ ലോകത്താണ്. അച്ഛൻ അമ്മയോട് എപ്പോഴും പറയുമായിരുന്നു, ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ അമ്മയോട് ഒരു ബുക്ക് എടുത്ത് കളിക്കുടുക്ക മാഗസീൻസ് എന്തെങ്കിലും എടുത്ത് വായിക്കാൻ കിടക്കാൻ നേരത്ത്. അപ്പോൾ അച്ഛനും ഉണ്ടാവും, അമ്മയും ഉണ്ടാവും, ഞാനും ഉണ്ടാവും. അങ്ങനെ വായനയോട് താല്പര്യം വന്നു. പതിയെ ഞാൻ നോവൽസും കഥകളും പതിയെ വായിക്കാൻ തുടങ്ങി. ചില സമയങ്ങളിൽ ഞാൻ ഒട്ടും വായിക്കാറില്ല. ചില സമയങ്ങളിൽ ഞാൻ രാവിലെ തൊട്ടിരിക്കും. എനിക്കിത് തീർക്കണമെന്ന് പറഞ്ഞ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കിട്ടുന്ന സമയങ്ങളിൽ മൊത്തം ഇരുന്ന് വായിക്കും. ഇതുവരെ വായിച്ചതിൽ ഏറ്റവും ഇഷ്ടമുള്ള പുസ്തകം ഏതാണ്? ഒന്ന് ജവഹർലാൽ നെഹ്റുവിൻ്റെ ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ ആണ്. മലയാളത്തിൽ എനിക്ക് ടോട്ടോച്ചാനും ഇഷ്ടമാണ്, ആടുജീവിതവും ഇഷ്ടമാണ്. പിന്നെ ഇംഗ്ലീഷിൽ വേറെ കുറേ ഉള്ളത് ഒലിവർ ട്വിസ്റ്റും ഹെയ്ദിയുമാണ്. വായന മാത്രമല്ല, എഴുത്തും കവിതാപാരായണവും ചെസ്സുമെല്ലാം ഈ കൊച്ചുമിടുക്കന് വഴങ്ങും. Oliver breathed, sneezed and proceeded to advertise to the inmates of the workhouse. The fact of new burden had been imposed upon the parish by setting as loud as a cry. ഞാൻ കഥകൾ എഴുതാറുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു നോവൽ സ്റ്റാർട്ട് ചെയ്തു എഴുതാൻ. അത് ഒരു ഫിഷർമാൻ്റെ കഥയാണ്. MTനെ കുറിച്ച് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. എഴുത്തിൻ്റെ കനകം എന്ന പേരുള്ള. ചെറുപ്പത്തിലെ കുട്ടിക്കഥകൾ പറഞ്ഞു കൊടുത്ത് ദേവതീർത്ഥനെ വലിയ വായനക്കാരനാക്കിയത് മാതാപിതാക്കളും അധ്യാപകരുമായ ശോഭിനും നിമ്മയുമാണ്. എല്ലാ ദിവസവും കിടക്കും മുമ്പായിട്ട് 1 മണിക്കൂർ ഒരു വായനയ്ക്ക് വേണ്ടി മാറ്റി വെക്കാറുണ്ട്. കാരണം അത് ഇപ്പോഴും ഇന്നലെയും തുടർന്ന് പോകുന്നൊരു കാര്യമാണ്. ഇനിയുള്ള ദിവസങ്ങളും അങ്ങനെ തന്നെയായിരിക്കും. മോന് ഏകദേശം ഒരു 9 മാസമുള്ളപ്പോൾ തൊട്ട് ഞാൻ ചെറിയ ബോർഡ് ബുക്കിൽ നഴ്സറി പാട്ടുകൾ വാങ്ങിച്ച് അതിലെ ചിത്രങ്ങൾ കാണിച്ചു കൊടുത്തുകൊണ്ടൊക്കെ പാടി പഠിപ്പിക്കുമായിരുന്നു. അക്ഷരങ്ങളാണെങ്കിലും അങ്ങനെയുള്ള ബോർഡ് ബുക്കുകൾ വാങ്ങിച്ചിട്ടാണ് കാണിച്ചു കൊടുത്ത്. അത് വായിക്കൊന്നുമില്ല, നമ്മളുടെ കൂടെ അങ്ങ് ഇരിക്കും. ആ നഴ്സറി പാട്ടുകൾക്ക് താളം പിടിച്ച് അങ്ങനെയൊക്കെ ഇരിക്കും. പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആ സമയത്തൊക്കെയാണ് ഹസ്ബൻഡ്
കായംകുളം കൊച്ചുണ്ണിയിലൊക്കെ പാട്ട് എഴുതി തുടങ്ങിയത്. അപ്പം നമുക്ക് ട്യൂണിപ്പോൾ വാട്സപ്പിൽ വരുവാണല്ലോ ചെയ്യുന്നത്. അങ്ങനെ ട്യൂൺ പലതവണ ഇട്ടിട്ട് നമ്മളിങ്ങനെ പല വരികളിങ്ങനെ പറയുന്നത്. അപ്പോൾ എന്നോട് അഭിപ്രായം ചോദിക്കും, എന്നെ ഹസ്ബൻഡ് എഴുതുമ്പോഴത്തേക്കും പറഞ്ഞ് കേൾപ്പിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ആ താളത്തിലൊക്കെ പാടി ഒക്കെ നോക്കും. അപ്പോൾ ഇതൊക്കെ കേട്ടും കണ്ടുമാണ് ചെറുതിലേ തൊട്ട് വളർന്നു വന്നത്. ഇതുവരെ വായിച്ചു തീർത്ത 300-ലധികം പുസ്തകങ്ങളിലൂടെ നേടിയ അറിവും ആനന്ദവും ദേവതീർത്ഥൻ മറ്റുള്ളവരിലേക്ക് പകരുന്നത് ഇങ്ങനെയാണ്. കാർട്ടൂൺ കണ്ട് കളിച്ചും രസിച്ചും ടൈം പാസ് ചെയ്യണേക്കാളും നമ്മൾ വായിച്ച് അതിൽ നിന്ന് വിജ്ഞാനമെടുക്കുന്നതാണ് നല്ലത്. നമ്മൾ വെറുതെ വായിക്കരുത്, ഒരു ഷോ ഓഫിന് വായിക്കരുത്. ജനം, കൊച്ചി. ഈ വായനാ ദിനത്തിൽ നമുക്കൊരു അതിഥി കൂടിയുണ്ട്, PS ഉണ്ണികൃഷ്ണൻ. അദ്ദേഹം കവി മാത്രമല്ല, പ്രഭാഷകൻ കൂടിയാണ്. 2025 ആശാൻ യുവകവി പുരസ്കാര ജേതാവാണ്. അദ്ദേഹമാണ് പുത്തൻപുലരിയിൽ നമുക്കൊപ്പം അതിഥിയായി ചേരുന്നത്. ആദ്യം തന്നെ സ്വാഗതം, ഒപ്പം അഭിനന്ദനവും. ആദ്യം തന്നെ ചോദിച്ചോട്ടെ, ഞാൻ 3 കവിതാ സമാഹാരങ്ങളുടെ പേരുകളാണ് ആദ്യമായി ശ്രദ്ധിച്ചത്. മൈഗ്രെയിൻ, മതിയാകുന്നേയില്ല, തൊട്ടാറ്റൽ. അതെന്താണ് അങ്ങനെ ഉള്ള പേരുകൾ സെലക്ട് ചെയ്യുന്നത്? വളരെ നമുക്ക് കൗതുകം തോന്നുന്ന പേരുകളാണ്. ശരിക്കും ഈ കവിതകൾക്കൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കവണയുടെ സ്വഭാവമാണ്. കവിത പലപ്പോഴും നമുക്കൊരു ഒറ്റ കവണ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ആരെയും വേണമെങ്കിലും കവിത കൊണ്ട് വീഴ്ത്താനും പറ്റും. അപ്പോൾ ശരിക്കും കവിതകളിലേക്ക് ആൾക്കാർ വരണമെങ്കിൽ, വായനക്കാർ വരണമെങ്കിൽ അതിൻ്റെ പേരിന് അതിൻ്റേതായ ഒരു പ്രത്യേകത വേണം എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഇത്തരത്തിലൊരു പേരുകൾ മനുഷ്യർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന, എന്തായിരിക്കും അതിനകത്ത് ഉദ്ദേശിക്കുന്നതെന്ന് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലുള്ള പേരുകൾ അങ്ങനെയാണ് ആലോചിച്ചത്. അതായത് ഏതൊരു സാധാരണക്കാരനും തൻ്റെ കവിത മനസ്സിലാകണമെന്ന് തനിക്ക് വാശിയുണ്ട് അല്ലേ? കാരണം നമുക്ക് സാധാരണക്കാരനുമായി പെട്ടെന്ന് തന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റണം. അതുകൊണ്ടാണോ ഇത്തരം ഗദ്യ കവിതകളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അത്തരം കവിതകൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? കവിതയുടെ ഒരു പ്രശ്നം നമുക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന സമയത്തായാലും നമുക്ക് കഥകളോ നോവലോ ഒക്കെ തനിയെ വായിച്ചെടുക്കാൻ പറ്റും. കവിതകൾ എപ്പോഴും നമുക്ക് ആരുടെയെങ്കിലുമൊക്കെ സഹായം, അധ്യാപകരുടെയൊക്കെ സഹായം ഉണ്ടെങ്കിലേ പലപ്പോഴും കവിതകൾ നമുക്ക് വായിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കവിതയിലേക്ക് വന്നത് തന്നെ അതുകൊണ്ടാണ്. എനിക്ക് തോന്നുന്നു എനിക്ക് പലപ്പോഴും കവിത ഒറ്റയ്ക്ക് വായിച്ചെടുക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ അല്ലാതെ എനിക്ക് വായിച്ചാലും മനസ്സിലാവണം, മറ്റുള്ളവർക്ക് വായിച്ചാലും മനസ്സിലാവുന്ന രീതിയിലുള്ള കവിതകൾ എഴുതണം എന്നുള്ള വിചാരത്തിൽ നിന്നാണ് എൻ്റെ കവിതകൾ. ഒരുപക്ഷെ എൻ്റെ കവിതകൾ വായനക്കാർക്ക് അല്ലെങ്കിൽ വായിക്കുന്ന ചെറിയ കുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്ക് വരെ മനസ്സിലാകുന്ന രീതിയിലാണ് കവിതകളുടെ രീതി. എന്തുകൊണ്ടാണ് കവിത എന്ന ഒരു സാധ്യത തിരഞ്ഞെടുത്തത്? കാരണം ചിലർ നോവലുകൾ എഴുതുന്നു, കഥകൾ എഴുതുന്നു, പക്ഷേ താങ്കൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കവിതകളിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ്. നമുക്ക് എത്ര മഹാന്മാരെ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മളെക്കാൾ എത്ര ഉയരമുള്ള ആൾക്കാരെ ആണെങ്കിലും നമുക്ക് വീഴ്ത്താൻ പറ്റുന്നത് ചെറിയൊരു കവണ കൊണ്ടാണ്, അല്ലെങ്കിൽ ചെറിയൊരു അമ്പ് കൊണ്ട്. ഒരു അമ്പിൻ്റെ ഫലം ചെയ്യുന്നതാണ് പലപ്പോഴും കവിത എന്ന് തോന്നിയിട്ടുണ്ട്. നോവലും അതുപോലെ കഥയൊക്കെ നമുക്ക് പൊളിറ്റിക്കലായാൽ പോലും, ഒരേ സമയം പൊളിറ്റിക്കലാണെങ്കിൽ പോലും അത് കൃത്യമായ രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക്, പൊളിറ്റിക്കൽ സെൻസിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. കവിതയാകുമ്പോൾ വളരെ ചുരുക്കത്തിൽ തന്നെ, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മറ്റുള്ളവരിലേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന കവിതയുടെ ആശയങ്ങൾ കൊണ്ടെത്തിക്കാനും അതിൻ്റെ ഫിലോസഫി എത്തിക്കാനും അതിൻ്റെ ഒരു പൊളിറ്റിക്സ് എത്തിക്കാനും ഒക്കെ കഴിയുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ്. പിന്നെ പ്രത്യേകിച്ച് കവിത എളുപ്പമാണ് എഴുതാൻ, നോവൽ പോലെ ഒരുപാട് സമയം എടുക്കേണ്ട കാര്യമില്ല എന്നുള്ളതുകൊണ്ട്. ഈ പുതിയ തലമുറ കവിതയിൽ നിന്നൊക്കെ അകന്നു പോകുന്നു എന്ന് പറയാറുണ്ട്. അപ്പോൾ താങ്കളുടെ കവിതകളൊക്കെ, അല്ലെങ്കിൽ പൊതുവെ കവിതകൾ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? കവിതയുടെ ഒരു പ്രശ്നമാണ്. കവിത നമുക്ക് ഈ പറഞ്ഞതുപോലെ കവിത എല്ലാവർക്കും ഒരു ഭയമുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മളൊരു കവിത, ഇപ്പോൾ ഞാനൊരു ഉദാഹരണത്തിനൊരു കവിത പറഞ്ഞാൽ, മോഹനകൃഷ്ണൻ കാലടി എന്ന് പറയുന്ന ഒരു കവി എഴുതിയൊരു കവിതയുണ്ട്. കവിത എങ്ങനെയാണ്? നമ്മൾ സാധാരണ എന്നിട്ട് കുട്ടികളോട് ഇങ്ങനെ പറയും, ആ കവിതയെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ കവിത എങ്ങനെയാണ്? കുന്നിടിച്ചു നിരത്തുന്ന യന്ത്രമേ, മണ്ണുമാന്തി എടുക്കുന്ന കൈകളിൽ, പന്തുപോലൊന്ന് കിട്ടിയാൽ നിർത്തണേ, ഒന്ന് കൂക്കി വിളിച്ചറിയിക്കണേ, പന്തു കായ്ക്കും മരമായി വളരുവാൻ പണ്ടു ഞങ്ങൾ കുഴിച്ചിട്ടതാണടോ എന്നൊരു കവിത വായിച്ചിട്ട് അല്ലെങ്കിൽ കവിത പറഞ്ഞിട്ട് കുട്ടികളോട് ചോദിക്കുകയാണ്, ഈ കവിത നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചാൽ
കുട്ടികൾ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്നാണ്. അത് അവരുടെ ശീലം കൊണ്ട് പറയുന്നത്, കവിത മനസ്സിലാകില്ല എന്ന ശീലം വെച്ചിട്ട് അവർ പറയുന്നതാണ്. പക്ഷെ പകരം നമ്മൾ അതിനകത്തുള്ള ഓരോ വാക്കും എടുത്തിട്ട് കുന്നിടിച്ച് നിരത്തുന്ന യന്ത്രമേ എന്ന് പറയുമ്പോൾ കുട്ടികൾ കൃത്യമായിട്ട് പറയും അത് JCB ആണ്. മണ്ണുമാന്തി എടുക്കുന്ന കൈകളിൽ എന്ന് പറയുമ്പോൾ JCBയുടെ കൈകളിലാണ് എന്ന് പറയും. അതുപോലെ ആ കവിതയുടെ ഓരോ വരികളും കുന്നിടിച്ച് നിരത്തുന്ന യന്ത്രമേ മണ്ണുമാന്തി എടുക്കുന്ന കൈകളിൽ പന്തുപോൽ ഒന്ന് കെട്ടിയാൽ നിർത്തണേ ഒന്ന് കൂക്കി വിളിച്ചറിയിക്കണേ എന്ന് കൃത്യം നിർത്തി പറയുമ്പോൾ കുട്ടികൾക്ക് കവിത മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു ബോധമാണ് ഞങ്ങൾക്ക് കവിത മനസ്സിലാകില്ല എന്നുള്ളത് കുട്ടികൾക്ക് കിടക്കുന്നൊരു ശീലമാണ്. ആ ശീലം മാറ്റിക്കഴിഞ്ഞാൽ അവർക്ക് കവിത മനസ്സിലാകും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഈ മതിയാകുന്നേ ഇല്ല എന്ന കവിതാ സമാഹാരത്തിലെ ഒരു കവിതയിലെ ആ വരികൾ വായിച്ചപ്പോൾ തീർച്ചയായിട്ടും അത് ഏതൊരു കൊച്ചു കുഞ്ഞിനും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം കടലാസിൽ ഒരു ആൺകുട്ടി അടുപ്പ് വരയ്ക്കുന്നു, അടുപ്പിന്മേൽ തിളയ്ക്കുന്ന അരിക്കലം വരയ്ക്കുന്നു അല്ലെ. എത്ര സിമ്പിളായിട്ടാണ് താങ്കൾ ഈ വരികളെ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ വായനക്കാരിലേക്ക് എത്തിക്കുന്നത്. അതെ, എനിക്ക് തോന്നുന്നു കവിതയുടെ ഒരു ഗുണം അതാണ്. നമുക്ക് ഒരുപാട് വാക്കുകൾ വേണ്ട എന്നുള്ളതാണ്. ഒരുപാട് ഇപ്പോൾ ആ കവിത തന്നെ ഏറ്റവും ചെറിയ കവിതയാണ്, വളരെ ചെറിയ കവിതയാണ്. ഒരു ആൺകുട്ടി കടലാസിൽ അടുപ്പ് വരയ്ക്കുന്നു, അനിയത്തി വന്ന് ഒരു പാത്രവുമായിട്ട് അടുത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് കവിത. അപ്പോൾ ആ കവിത ഉദ്ദേശിക്കുന്നത് വീട്ടിൽ പട്ടിണിയാണ് എന്നും കൊടിയ ദാരിദ്ര്യമാണെന്നും അനിയത്തിക്കും ചേട്ടനും കഴിക്കാൻ ഭക്ഷണമില്ല എന്നുള്ള നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ നോവലിലോ കഥയിലോ ആണെങ്കിൽ അതിൻ്റെ കൂടുതൽ ഇതിലേക്ക് പോവേണ്ടി വരും. അപ്പോൾ കവിത നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യം തരുന്നുണ്ട്. ഏറ്റവും ചുരുക്കി നമുക്ക് എല്ലാ വികാരങ്ങളെയും ആവിഷ്കരിക്കാനുള്ള ഒരു ഭാഗ്യവും ഒരു അവസരവും ഒക്കെ കവിത തരുന്നുണ്ട് എന്നുള്ളതാണ്. താങ്കൾ 3 കവിതാ സമാഹാരങ്ങളാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് എങ്കിലും എനിക്ക് തോന്നുന്നു ഒരുപാട് കവിതകൾ വായനക്കാരിലേക്ക് എത്താത്തതായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു കവിത നമുക്ക് വേണ്ടി ഈണത്തിലൊന്ന് ചൊല്ലാമോ? കവിത ഞാൻ എഴുതുന്നത് ഗദ്യത്തിലാണ് കൂടുതലും എഴുതുന്നത്. അപ്പോൾ എനിക്ക് ചൊല്ലലിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ കവിത വായിക്കാം, ഒരു കവിത വായിക്കാം, ഏറ്റവും ചെറിയ ഒരു കവിത വായിക്കാം, അധികം സമയം എടുക്കാത്ത രീതിയിൽ. കവിത അവൾ എന്നാണ് കവിതയുടെ പേര്. അങ്ങനെ ഇരിക്കുമ്പോൾ ചില സമയം മരിച്ചു പോകും, അങ്ങനെ ഇരിക്കുമ്പോൾ ചില സമയം മരിച്ചു പോകും. മരിച്ചാൽ എങ്ങനെ, കുട്ടികളെ രാവിലെ സ്കൂളിൽ വിടേണ്ടതല്ലേ എന്നോർത്ത് വീണ്ടും ജനിക്കും. മരിച്ചാൽ എങ്ങനെ, കുട്ടികളെ രാവിലെ സ്കൂളിൽ വിടേണ്ടതല്ലേ എന്നോർത്ത് വീണ്ടും ജനിക്കും. ഇത്രയേ ഉള്ളൂ ആ കവിത. അമ്മമാർ ആണ് ആ കവിതയുടെ വിഷയം. ഞാൻ ഈ വാർത്തയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ഈ PN പണിക്കർ പറഞ്ഞതുപോലെ കുട്ടികളൊക്കെ ഈ വായനയിൽ നിന്ന് അകന്നു പോകുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞത് ഗ്രാമങ്ങളിൽ വായനശാലകളില്ലാത്ത ഗ്രാമങ്ങൾ ഉണ്ടാകരുത്, അങ്ങനെ ഒരു സ്വപ്നം കണ്ട വ്യക്തിയായിരുന്നു അദ്ദേഹം. അപ്പോൾ നമ്മുടെ പുതിയ കാലത്തെ കുട്ടികൾ വായനയിൽ നിന്ന് അകന്നു പോകുന്നു എന്നത് തീർച്ചയായും ഒരു തർക്ക വിഷയം തന്നെയാണെങ്കിലും താങ്കളുടെ അഭിപ്രായം എന്താണ്? കുട്ടികൾ വായനയിൽ നിന്ന് അകലുന്നോ എന്ന് ചോദിച്ചാൽ വായനയിൽ നിന്ന് അകലുന്ന കുട്ടികളുമുണ്ട്, അകലാത്ത കുട്ടികളുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷം കുട്ടികൾ, നമ്മളിപ്പോൾ കുട്ടികളെ മനസ്സിലാക്കുന്നത് അധികം കുറവാണെന്ന് തോന്നുന്നു. M. മുകുന്ദൻ്റെ ഒരു കഥയുണ്ട്, രാധമാത്രം എന്നാണ് ആ കഥയുടെ പേര്. അതിൽ വൈകുന്നേരം സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുന്ന രാധ സ്കൂൾ ബസ് ഇറങ്ങുമ്പോൾ മുതൽ രാധ അപരിചിതമാവുന്നു. സ്ഥിരമായി വരുന്ന റൂട്ടിലൊക്കെ അവൾ അപരിചിതമാവുന്നു. സ്ഥിരമായി നടന്നു പോകുന്ന വഴികളിൽ ആൾക്കാർ അത്ഭുതത്തോട് നോക്കുന്നു, ഇത് ഏത് കുട്ടിയാണ് എന്ന് ചോദിക്കുന്നു. അവസാനം വീട്ടിൽ ചെന്ന് കയറുമ്പോൾ അമ്മയും അച്ഛനും ഇതേപോലെ ആശ്ചര്യത്തിൽ ഇത് ഏത് കുട്ടിയാണ് നമ്മുടെ വീട്ടിലേക്ക് വന്ന് കയറിയത് എന്നുള്ള രീതിയിൽ നിൽക്കുന്നു. അങ്ങനെ വീട്ടിൽ നിന്ന് തിരിച്ചിറങ്ങി അനാഥമായി നിൽക്കുന്ന രാധയാണ് ആ കഥയിൽ പറയുന്നത്. അതുപോലെ ശരിക്കും നമ്മുടെ കൗമാരക്കാരൊക്കെ ശരിക്കും അനാഥമായി നിൽക്കുന്ന ഒരവസ്ഥയാണ് പുതിയ കാലത്തെ കുട്ടികൾ. എനിക്ക് തോന്നുന്നു നമ്മളെ മുൻകാലങ്ങളിൽ അപേക്ഷിച്ച് ഈ കുട്ടികളൊക്കെ വളരെയധികം ഹൈപ്പറായിട്ടുള്ള കുട്ടികളാണ്, ഒരുപാട് സ്ട്രെസ്ഡ് ആയിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ അവരെ കേൾക്കാൻ ആൾക്കാരുണ്ടാവുന്നില്ല, അവർക്ക് അമിതമായ ആവശ്യമായ രീതിയിലുള്ള എൻ്റർടൈൻമെൻറ്റുകളില്ല. നമ്മളെല്ലാവരും പറയുന്നത്, അവരുടെ പരിഹാരമായിട്ട് പറയുന്നത് വായനയാണ് ലഹരി എന്നാണ്. വായന അങ്ങനെ കുട്ടികൾക്ക് ലഹരിയാക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണോ? 24 മണിക്കൂറും വായിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു നല്ല കുട്ടിയുടെ ലക്ഷണമൊന്നുമല്ല. കുട്ടികൾക്ക് ഇപ്പോൾ ഫുട്ബോൾ കളിക്കുന്നത് പോലെ, നീന്തുന്നത് പോലെ, ഡാൻസ് ചെയ്യുന്നത് പോലെയൊക്കെയുള്ള ഒരു കാര്യം മാത്രമായി വായന കൊണ്ടുവന്നാൽ മാത്രമേ അവർക്ക് അതിനെ ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ, അതിലേക്ക് ഇടപെടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ഈ കുട്ടികളെ വായനയിലേക്ക് കൊണ്ടുവരേണ്ടത് അവരെ മറ്റു കാര്യങ്ങളും കൂടെ, അല്ലെങ്കിൽ അവരെ കുറച്ചുകൂടി കേട്ടിട്ടായിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ വായന കുറവാണ്, പക്ഷേ അതിന് പിടിച്ചിരുത്തി വായിക്കലല്ല, അവർക്ക് വായിക്കാൻ പറ്റുന്ന പുസ്തകങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നതിൽ അധ്യാപകർക്കും പങ്കുണ്ട്. കാരണം നമ്മൾ കുട്ടികളുടെ സെൻസ് നോക്കിയും സെൻസിബിലിറ്റി നോക്കിയൊന്നും അല്ല കുട്ടികൾക്ക് പുസ്തകം സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ള ഒരു പ്രശ്നമുണ്ട്.
താങ്കൾക്ക് ജോലിയുണ്ട്, കേരള സർവകലാശാലയിൽ ജോലി ചെയ്യുന്നു, പിന്നെ പ്രഭാഷകനാണ്. എങ്ങനെയാണ് ഈ എഴുത്തിനൊക്കെ സമയം കിട്ടുന്നത്? കാരണം ഇപ്പോഴുള്ള ജനറേഷൻ എന്ന് പറയുന്നത് എനിക്കൊന്നിനും സമയമില്ല, വായിക്കാൻ സമയമില്ല, എന്തിന് വീട്ടിലുള്ളവരോട് സംസാരിക്കാൻ പോലും സമയമില്ല എന്ന് പറയുന്നവരാണ്. എങ്ങനെയാണ് താങ്കൾ എഴുതാനുള്ള സമയവും വായനയ്ക്ക് വേണ്ടിയിട്ടുള്ള സമയമൊക്കെ കണ്ടെത്തുന്നത്? അതിന് പ്രത്യേകിച്ച് സമയം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാത്രമല്ലേ വായനയ്ക്കായാലും എഴുത്തിനായാലും സമയം എടുക്കാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ സാധാരണ വായിക്കാൻ ഇപ്പോൾ രാവിലെ ഓഫീസിൽ പോകുന്ന സമയം മുതൽ ഇപ്പോൾ രാവിലെ 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും. അപ്പോൾ അതിന് മുമ്പുള്ള സമയമാണ് വായിക്കാനും എഴുതാനും ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു 3 മണിയൊക്കെ ആകുമ്പം എണീറ്റിരുന്ന് എഴുതലാണ് സാധാരണ ഒരു പരിപാടി. അപ്പോൾ 3 മണിക്ക് എണീറ്റാൽ കുറച്ചുകൂടെ ഫ്രീ ആയിട്ടിരുന്ന് എഴുതാനും വായിക്കാനും ഒക്കെ പറ്റും. അപ്പോൾ അതാണ് ഒരു വായനാ ശീലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എഴുത്തിൻ്റെ ഒരു ശീലം. ആ സമയമാകുമ്പോൾ പിന്നെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല, നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും, നന്നായിട്ട് വായിക്കാൻ പറ്റും, പുതിയ പുതിയ ആലോചനകൾ കൊണ്ടുവരാൻ പറ്റും എന്നൊക്കെയുള്ളതാണ്. അപ്പോൾ അതാണ് ഒരു സമയം എന്ന് തോന്നുന്നു. അത് എനിക്ക് തോന്നുന്നു നമുക്ക് എഴുതാൻ വേണ്ടി ഇരിക്കുമ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ആശയമുണ്ടായി എന്ന് അങ്ങനെ ഇരിക്കുന്നതൊന്നുമല്ല. എഴുതാൻ വേണ്ടി ഈ ജയമോഹൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നോവലിസ്റ്റ്. അപ്പോൾ പുള്ളി രാവിലെ ചെന്ന് എഴുതാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ആ സമയത്ത് ഒരു ആശയം ഉണ്ടാവത്തില്ല. അപ്പോൾ നേരെ ഭാര്യയുടെ പേര് മാത്രം കുറേ സമയം ഇങ്ങനെ ലാപ്ടോപ്പിൽ ടൈപ്പ് ചെയ്ത് കുറേ നേരം കഴിയുമ്പോൾ അറിയാതെ താൻ ആ മൂഡിലേക്ക് കയറുമെന്നും അങ്ങനെ എഴുതുമെന്നും. അപ്പോൾ അതുപോലെ തന്നെയാണ്. അപ്പോൾ എഴുതാൻ വേണ്ടി കുറേ നേരം ഇരിക്കുമ്പോൾ അറിയാതെ എഴുത്തിലേക്ക് അങ്ങ് കയറുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എനിക്ക് തോന്നുന്നു എല്ലാ സൃഷ്ടികൾക്ക് പിന്നിലും ഒരു ധ്യാനം ഉണ്ടല്ലോ. പ്രപഞ്ചം ഉണ്ടാക്കിയതായാലും എന്തായാലും നമ്മൾ സിനിമ എഴുതുന്നതായാലും സിനിമ എടുക്കുന്നതായാലും ആർട്ടിസ്റ്റുകളുടെ പരിപാടിയായാലും എഴുത്തുകാരുടേതായാലും ആ ഒരു ധ്യാനം ഉണ്ടായാൽ മാത്രം മതി, എഴുത്ത് വരും എന്നാണ് എൻ്റെ ഒരു വിചാരം. താങ്കളുടെ മറ്റൊരു കവിതയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം അല്ലേ? തുടരാം. കവിത വളർത്തുമൃഗങ്ങൾ. പുരുഷനെ പുറങ്കാലുകൊണ്ട് തൊഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓരോ വീടും. പുരുഷനെ പുറങ്കാലുകൊണ്ട് തൊഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓരോ വീടും. അലർച്ചകളും അട്ടഹാസങ്ങളും തീർക്കലല്ലാതെ മറ്റെന്താണ് അവനവിടെ ചെയ്യുന്നത്? ഉള്ളിൽ കടന്ന വിഷങ്ങളെ ഓക്കാനിച്ചു കളയാൻ ശരീരം ശ്രമിക്കും പോലെ വീടവനെ വീർപ്പുമുട്ടിച്ച് പുറത്ത് കറങ്ങാൻ വിടുന്നത് അതുകൊണ്ടാണ്. ഉള്ളിൽ കടന്ന വിഷങ്ങളെ ഓക്കാനിച്ചു കളയാൻ ശരീരം ശ്രമിക്കും പോലെ വീടവനെ വീർപ്പുമുട്ടിച്ച് പുറത്ത് കറങ്ങാൻ വിടുന്നത് അതുകൊണ്ടാണ്. വീട് അതിനുള്ളിൽ താമസിക്കുന്ന പെണ്ണിൻ്റേത് മാത്രമാണ്. വീട് അതിനുള്ളിൽ താമസിക്കുന്ന പെണ്ണിൻ്റേത് മാത്രമാണ്. അവൾ നടക്കുമ്പോഴൊക്കെ വീടും നടക്കും. തുടയ്ക്കുമ്പോഴും തൂക്കുമ്പോഴും ചേർന്ന് നിന്നുകൊടുക്കും. വീട് അവൾക്കൊരു വളർത്തുമൃഗമാണ്. വീട് അവൾക്കൊരു വളർത്തുമൃഗമാണ്. ഇറങ്ങിപ്പൊയ്ക്കോളൂ എന്ന ആക്രോശത്തിന് പിന്നാലെ കരഞ്ഞുകൊണ്ട് അവൾ ഇറങ്ങുമ്പോൾ കെട്ടിടം ബാക്കി വച്ച് വീട് കൂടെ ഇറങ്ങിപ്പോകുന്നത് അതുകൊണ്ടാണ്. ഇറങ്ങിപ്പൊയ്ക്കോളൂ എന്ന ആക്രോശത്തിന് പിന്നാലെ കരഞ്ഞുകൊണ്ട് അവൾ ഇറങ്ങുമ്പോൾ കെട്ടിടം ബാക്കി വച്ച് വീട് കൂടെ ഇറങ്ങിപ്പോകുന്നത് അതുകൊണ്ടാണ്. വായന മനുഷ്യരിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. എങ്ങനെയാണ് വായന മനുഷ്യരിൽ ഇടപെടലുകൾ നടത്തുന്നത്? ശരിക്കും നമ്മൾ മനുഷ്യരൊക്കെ ഒരു ഗോത്രവർഗ, ആ പഴയ ഗോത്രവർഗ ജീവിയിൽ നിന്നും വലുതായിട്ടൊന്നും നമ്മളങ്ങനെ പരിണാമമൊന്നും പ്രാപിച്ചിട്ടില്ല എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. നമ്മൾ പലപ്പോഴും ഇടപെടുമ്പോൾ നമ്മളൊരു ശരിക്കും ഒരിടത്ത് നിന്നിട്ട് ഒരു എൻഡോസ്കോപ്പി കൊണ്ട് നമ്മുടെ ശരീരത്തെ നോക്കുന്നത് പോലെ നമ്മുടെ മനസ്സിനകത്തേക്ക് ഒരു എൻഡോസ്കോപ്പി കടത്തി വിട്ടാൽ നമുക്ക് തന്നെ അറിയാം ആ ആദിപുരാതനമായ ആ മനുഷ്യനിൽ നിന്ന് ഒരുപാട് വികാസമൊന്നും പ്രാപിക്കാത്ത ഒരു പ്രാകൃത മനുഷ്യൻ തന്നെയാണ് ഇപ്പോഴും വന്നത്. നമുക്ക് എല്ലാവരോടും ദേഷ്യമാണ്. അച്ഛനോട് ദേഷ്യമാണ്, അമ്മയോട് ദേഷ്യമാണ്, ഭാര്യയോടോ ഭർത്താവിനോടോ മക്കളോടോ ഒക്കെ ദേഷ്യപ്പെടുന്ന ആൾക്കാരാണ് നമ്മൾ. അതുപോലെ അസൂയുള്ള മനുഷ്യരാണ്. നമ്മുടെ കൂടെയുള്ള മനുഷ്യർ തന്നെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നേട്ടങ്ങളുണ്ടാക്കുമ്പോൾ അവരുടെ സന്തോഷങ്ങളിലൊക്കെ അസൂയുള്ള മനുഷ്യരാണ്. ഒരു കാര്യവുമില്ലാത്ത രീതിയിൽ അന്യരോട് പക കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. പലപ്പോഴും അനാവശ്യമായ ഈഗോ, ഏതെങ്കിലും ഒരാൾ നമ്മൾ വരുന്ന കാറിനെ ഓവർടേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ പോലും നമ്മുടെ ഈഗോ ഹെർട്ടാവുകയും നമ്മൾ തിരിച്ചു ചെന്ന് ഹോണടിച്ച് ഓവർടേക്ക് ചെയ്യാതെ നമ്മുടെ ഈഗോ തൃപ്തിപ്പെടുത്തുകയില്ല. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള എല്ലാ വികാരങ്ങളെയും നിയന്ത്രിക്കാൻ കഴിയാത്ത ആ ഗോത്രവർഗ ജീവിയുടെ ഒരു അപരിഷ്കൃത രൂപമായിട്ടാണ് നമ്മളിപ്പോഴും തുടരുന്നതെന്നാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മളെ പരിഷ്കരിക്കാൻ കഴിയുന്നത്? നമ്മുടെ ശരീരത്തെ പരിഷ്കരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ശരീരത്തെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പലപ്പോഴും നമ്മൾ ശ്രമിക്കാറുണ്ട്. നല്ല വസ്ത്രങ്ങൾ ധരിച്ച് നല്ല കമ്മലുകളിട്ട് മുടി സ്ട്രൈറ്റൻ ചെയ്ത് ഒക്കെ നമ്മളുടെ ആടയാഭരണങ്ങൾ ഒരുക്കി നമ്മളെ ഭംഗിയാക്കാൻ ശ്രമിക്കാറുണ്ട്.
ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒക്കെ നമ്മൾ ഫോട്ടോ ഇടുമ്പോൾ അല്ലെങ്കിൽ വീഡിയോ ഇടുമ്പോൾ പാട്ടുപാടി ഇടുമ്പോഴൊക്കെ അതിനെയൊക്കെ എഡിറ്റ് ചെയ്ത് നല്ല ഭംഗിയാക്കി നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷെ ഒരിക്കലും നമ്മുടെ മനസ്സിനെ മാത്രം എഡിറ്റ് ചെയ്യാൻ ശ്രമിക്കാറില്ല, അല്ലെങ്കിൽ മനസ്സിനെ എഡിറ്റ് ചെയ്യുന്ന ടൂൾ എന്താണെന്ന് മാത്രം നമുക്കിതുവരെ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ മനസ്സിനെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ടൂള്, ഏറ്റവും നല്ല വായന എന്നുള്ളതാണ്. നമ്മൾ പരിഷ്കരിക്കുക എന്നുള്ളതാണ്. ഓരോ പിറന്നാൾ കൂടുമ്പോഴും ഓരോ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോഴും വളരുമ്പോഴും ഒക്കെ നമ്മൾ സ്വയം പരിഷ്കരിച്ചില്ല എങ്കിൽ, നമ്മൾ എഡിറ്റ് ചെയ്തില്ല എങ്കിൽ പിന്നെ വളർന്നിട്ട് വലിയ അർത്ഥമില്ല എന്നുള്ളതാണ്. നമ്മൾ പിറന്നാളുകൾ ആഘോഷിച്ചിട്ട് എന്താണ് നമ്മൾ ശരിക്കും വളർന്നില്ല എങ്കിൽ, പിറന്നാളുകൾ ആഘോഷിക്കാൻ വേണ്ടി മാത്രം വളരുന്നതിൽ വലിയ അർത്ഥമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഒരു പരിഷ്കൃത അല്ലെങ്കിൽ നമ്മളെ സ്വയം പരിഷ്കരിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ഉപാധിയായിട്ട്, നമ്മൾ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഉപാധിയായി തോന്നുന്നത് വായനയാണ്. അതായത് മനുഷ്യരെ സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ വായനയാണ് നല്ല മനുഷ്യരെ സൃഷ്ടിക്കുന്നത് എന്ന് പറയാം. സാഹിത്യകാരന്മാരായിക്കോട്ടെ, എഴുത്തുകാരായിക്കോട്ടെ ഒക്കെ നന്നായി വായിക്കുന്നവരാണ്. അങ്ങനെയെങ്കിൽ നല്ല വായനക്കാരനാണോ നല്ല മനുഷ്യൻ? നല്ല വായനക്കാരനാണോ നല്ല മനുഷ്യനെന്ന് ചോദിച്ചാൽ, നല്ല മനുഷ്യർ ശരിക്കും നല്ല വായനക്കാരാവണമെന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വായിക്കുന്നത്, ഇപ്പോൾ ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം, അപ്പോൾ ഞാൻ വായിക്കുന്നത് സ്വാഭാവികമായിട്ടും കൂടുതൽ വായിക്കുന്നത് കവിതയിൽ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് എൻ്റെ കവിത മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള വായനയായിരിക്കും കൂടുതൽ നടത്തുന്നത്. ഒരു നോവലിസ്റ്റ് തീർച്ചയായിട്ടും നോവലുമായി ബന്ധപ്പെട്ട സാധാരണക്കാരുടെ കാര്യം പറയുന്നത്, സാധാരണ നോവലിസ്റ്റുകളുടെ കാര്യം പറയുന്നത്. അപ്പോൾ ഒരു നോവലിസ്റ്റ് തീർച്ചയായിട്ടും ആ നോവലിനെ മെച്ചപ്പെടുത്തുന്ന രീതിയിലുള്ള വായനയാണ് അവർ വായിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവർ ആ നോവലിൽ ആ മേഖലയിൽ അവർ എന്തായിരിക്കും പ്രാവീണ്യമുള്ളവരായിരിക്കും. പക്ഷേ മികച്ച മനുഷ്യനാവാനായിരിക്കത്തില്ല അവർ വായിക്കുന്നതെന്ന് പലപ്പോഴും പല സാഹിത്യകാരന്മാരുടെയും ഇടപെടൽ കാണുമ്പോൾ നമുക്ക് തോന്നാറുണ്ട്. ഇപ്പോൾ ഒരു IAS പ്രിപ്പയർ ചെയ്ത് ജോലി നേടിയ ഒരാളിനെ കൊണ്ട് നമുക്ക് IPS ചുമതല ഏൽപ്പിച്ചാൽ ഒരുപക്ഷെ അത് നടക്കാത്തതുപോലെ നല്ല എഴുത്തുകാരനായിരിക്കാം, നല്ല നോവലിസ്റ്റ് ആയിരിക്കാം, നല്ല മനുഷ്യൻ അവരാകണമെന്ന് നമുക്ക് വിചാരിക്കാനും പറ്റത്തില്ല. അവരാകാനുള്ള ചാൻസും കുറവായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല വായനയാണ് നല്ല മനുഷ്യരെ സൃഷ്ടിക്കുന്നത്. പുതിയ തലമുറ വായനയെ ലഹരിയാക്കാതെ മറ്റ് ലഹരികൾ തേടി പോകുന്നു എന്ന് പരക്കെ ഒരു ആക്ഷേപമുണ്ട്. അതേക്കുറിച്ച് അല്ല, ശരിക്കും ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ഹയർ സെക്കൻഡറി പഠിക്കുന്ന കുട്ടികളാണ് കൂടുതൽ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്ന കുട്ടികളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്ന്, മുൻകാലങ്ങളിലില്ലാത്ത വിധത്തിൽ ഇത്തരത്തിലുള്ള കുട്ടികൾ വല്ലാണ്ട് മടിയുള്ള ആൾക്കാരായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. രണ്ട്, നേരത്തെയൊക്കെ ശനിയാഴ്ചയൊക്കെ അവർക്ക് സ്കൂളില്ലായിരുന്നു, സ്കൂൾ ടൈം കുറവായിരുന്നു. അപ്പോൾ അവർക്ക് ലെക്ചർ ടൈമോ അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയുള്ള സമയമോ കൂടുതലുണ്ടായിരുന്നു. ഇപ്പോൾ അവർക്ക് മുഴുവൻ സമയവും സ്ട്രെസ്സിൽ മാത്രമാണ് ഈ കുട്ടികൾ നിൽക്കുന്നത്. അവരെ വീട്ടിൽ ചെല്ലുമ്പോൾ അവരെ കേൾക്കാൻ, ഇപ്പോൾ 17 വയസ്സായ കുട്ടിയുടെ അച്ഛന് 40 വയസ്സോ അല്ലെങ്കിൽ 40-നും 50-നും ഇടയ്ക്കായിരിക്കും അവരുടെ രക്ഷകർത്താക്കളുടെ പ്രായം. അപ്പോൾ നമ്മുടെയൊക്കെ സമയത്ത് നമ്മളെ കേൾക്കാൻ വേണ്ടി നമ്മുടെ രക്ഷകർത്താക്കളുണ്ടായിരുന്നു. പക്ഷേ ഈ സമയത്ത് നമ്മുടെ രക്ഷകർത്താക്കൾ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ രക്ഷകർത്താക്കളൊക്കെ അവരവരുടെ ജീവിതം, അപ്പോൾ 40കളിൽ പ്രണയിക്കുന്നവരുണ്ട്, 50കളിൽ പ്രണയിക്കുന്നവർ എന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയ ട്രെൻഡിങ് സാധനങ്ങളുണ്ടല്ലോ. അപ്പോൾ അവരെല്ലാം അവരവരുടെ ജീവിതത്തിലേക്ക് കൂടുതൽ ഫോക്കസ്ഡ് ആകുമ്പോൾ അവരുടെ മക്കളുടെ ജീവിതത്തിലേക്ക്, ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുട്ടികളുടെ ജീവിതത്തിലേക്ക് അവർക്ക് ഇടപെടാൻ പറ്റാതെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾ വായനയിലല്ല സ്പോർട്സിലല്ല ഒന്നിലും കൃത്യമായി ഇടപെടാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ചെന്നെത്തിയിരിക്കുന്നത്. അപ്പോൾ അവരെ സഹായിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. വായന ഒരു കണക്കിന് അവരതിന് സഹായിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. തുടക്കത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ഇന്ന് വായനാ ദിനത്തിൽ എനിക്ക് ടൈറ്റ് ഷെഡ്യൂളാണ്, ഒരുപാട് പരിപാടികളുള്ള ദിവസമാണ്. എന്തായാലും എനിക്ക് തോന്നുന്നു ഒരു കവിത കൂടി ചൊല്ലിക്കൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം. ശരി. ഒരു കവിത. ദൈവം പറയുന്നു, ഒറ്റയാഗ്രഹം മാത്രം, ദൈവമായി ജനിക്കുന്നെങ്കിൽ ഒരു ജനാധിപത്യ രാജ്യത്ത് ജനിക്കണം. ഒറ്റയാഗ്രഹം മാത്രം, ദൈവമായി ജനിക്കുന്നെങ്കിൽ ഒരു ജനാധിപത്യ രാജ്യത്ത് ജനിക്കണം. അവതാരം പോലെ ദൈവത്തെ തന്നെ രക്ഷിച്ചെടുക്കുവാൻ ഒരു കോടതി കൂട്ടുണ്ടാവും ഭരണഘടനയും. അവതാരം പോലെ ദൈവത്തെ തന്നെ രക്ഷിച്ചെടുക്കാൻ ഒരു കോടതി കൂട്ടുണ്ടാവും ഭരണഘടനയും. ശരി, PS ഉണ്ണികൃഷ്ണൻ. ഈ വായനാ ദിനത്തിൽ നമുക്ക് അതിഥിയായി എത്തിയതാണ് കവിയും പ്രഭാഷകനുമായ PS ഉണ്ണികൃഷ്ണൻ. അദ്ദേഹം 2025 ആശാൻ യുവകവി പുരസ്കാര ജേതാവ് കൂടിയാണ്. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ വളരെ തിരക്കിനിടയിലും ഞങ്ങൾക്കൊപ്പം ചേർന്നതിന് വളരെയധികം നന്ദി. ഒപ്പം ഒരുപാട് സംഭാവനകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ആശംസകൾ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള എല്ലാ ബൂത്തുകളും സജ്ജമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ. 4 പ്രശ്നബാധിത ബൂത്തുകളിൽ പ്രത്യേകം മൈക്രോ ഒബ്സർവേഷൻ സംവിധാനങ്ങളും ഉണ്ട്.
മുൻ ഇലക്ഷനുകളിൽ നിന്നും വ്യത്യസ്തമായി ഒരു ആപ്പ് വഴി മാത്രമേ പൊതുജനങ്ങൾക്ക് ട്രെൻഡ് അറിയാൻ സാധിക്കുകയുള്ളൂ എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ജനം ടിവിയോട് പറഞ്ഞത്. തിരുവനന്തപുരത്ത് നിന്ന് ടിൻറ്റു ദാസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മോക്ക് പോളിംഗ് ഉൾപ്പെടെ പൂർത്തിയായിട്ടുണ്ട്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ ജനം ടിവിയോടൊപ്പം ചെയ്യുന്നുണ്ട്. സാർ, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തുടങ്ങാനായിട്ട് പോവുകയാണ്. 7 മണിക്ക് ആരംഭിക്കും. എങ്ങനെയാണ് മുന്നൊരുക്കങ്ങളൊക്കെ? നമ്മൾ കഴിഞ്ഞ 2-3 മാസമായിട്ട് വളരെ നല്ല വിധത്തിലെ അറേഞ്ച്മെൻറ്റ്സൊക്കെ എല്ലാം നിലമ്പൂർ ബൈ ഇലക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് താങ്കൾക്കെല്ലാം അറിയാം, നമ്മുടെ ഇലക്ഷൻ ഒഫീഷ്യൽസ് വേണ്ടിയിട്ടുള്ള മോക്ക് പോൾ ഡ്രിൽസ്, പിന്നെ അവർക്കുള്ള ട്രെയിനിങ്സ് എല്ലാം വളരെ നന്നായിട്ട് നമ്മൾ ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മുടെ ഈ കൺട്രോൾ റൂമിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് നമ്മൾ ജില്ലയിൽ നടക്കുന്ന പോളിംഗിൻ്റെ മൊത്തം ക്രമീകരണങ്ങൾ മേൽനോട്ടം വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വോട്ടേഴ്സിന് വേണ്ടിയിട്ടുള്ള എല്ലാ വോട്ടർ സ്ലിപ്സ് ഓൾറെഡി 100% എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാ പോളിംഗ് സ്റ്റേഷൻസിലെ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത് 2 തരത്തിലുള്ള ഇൻഫർമേഷനാണ്. ഒരെണ്ണം പോളിംഗ് സ്റ്റേഷനുള്ളിലുള്ള ക്രമീകരണങ്ങൾ നമുക്ക് ഈ ക്യാമറ വഴി നമുക്ക് മേൽനോട്ട് വയ്ക്കാൻ പറ്റും. പിന്നെ ഒരു ക്യാമറ നമ്മുടെ പോളിംഗ് സ്റ്റേഷൻ്റെ പുറത്തു കൂടിയാണ്. അവിടുത്തെ ലൈൻസ്, പിന്നെ ഏതെങ്കിലും വിധത്തിലുള്ള ഇഷ്യൂസ് നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മേൽനോട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. ഈ കൺട്രോൾ റൂമിൻ്റെ രണ്ടാമത്തെ പ്രധാനമായിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഈ മോക്ക് പോളിൽ അടക്കം വോട്ടർ ടേൺ ഔട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാം നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇലക്ഷൻ കമ്മീഷനുടെ ഒരു PRO ആപ്പ് എന്നുള്ള ECI നെറ്റ് എന്നുള്ള ഒരു ആപ്പിൻ്റെ ഭാഗമായിട്ട് PRO ആപ്പ്, അത് ട്രെൻഡ്സ് കൂടി നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സജ്ജീകരണം ഇവിടെ നടന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉദ്ദേശം ഏതെങ്കിലും സ്ഥലത്ത് ഏതെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ ഒരു ഇടപെടാൻ പറ്റും, കാണാൻ പറ്റും. പിന്നെ മൂന്നാമത്തെ കാര്യം, മീഡിയ പറഞ്ഞിട്ടുള്ള കുറേ ഏതെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും പോളിംഗ് സ്റ്റേഷനിലെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കണ്ടുകൊണ്ട് ആ ചാനൽസിലെ അല്ലെങ്കിൽ ആ മീഡിയയുടെ റിപ്പോർട്ട്സ് എടുത്തിട്ട് ഫാക്ച്വൽ ഇൻഫർമേഷൻ എന്താണെന്നുള്ള ഒരു നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടീം നമ്മൾ ഇവിടെ റെഡിയാണ്. പിന്നെ നമുക്ക് ഇലക്ഷൻ കമ്മീഷനോട് ബന്ധപ്പെടാനും ജില്ലാ ഭരണകൂട്ടത്തിന് വേണ്ടിയിട്ട് ബന്ധപ്പെടാൻ വേണ്ടിയിട്ടുള്ള കോൾ സെൻറ്ററുടെ ഒരു റിക്വയർമെൻറ്റ് വരും. അതിൻ്റെ ഭാഗമായിട്ട് ഡെഡിക്കേറ്റ് ആയിട്ട് ടെലിഫോൺ ലൈൻസ് കൂടി നമ്മളിവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. നമുക്ക് ഏതെങ്കിലും അങ്ങോട്ട് ബന്ധപ്പെട്ടിട്ട് ചോദിക്കാനോ ഇല്ലെങ്കിൽ നിർദ്ദേശം കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം നമുക്ക് ചെയ്യുന്നുണ്ട്. നാലാമത്തെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും വിധത്തിലുള്ള ഫേക്ക് ന്യൂസ് ഇല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് എവിടെയെങ്കിലും പ്രചരിക്കണം ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഫാക്ച്വൽ ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മീഡിയ ടീം കൂടി നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ട്രൈബൽ മേഖലയാണ്. അപ്പം ഈ ട്രൈബൽ മേഖലയിലെ ബൂത്തുകൾ എങ്ങനെയാണ്, അവിടെയും ചെന്നെത്താനുള്ള രീതിയിലുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് അവിടുത്തെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനുള്ള സജ്ജീകരണങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്? സോ നമ്മുടെ ഈ പോളിംഗ് സ്റ്റേഷൻസ്, എല്ലാ പോളിംഗ് സ്റ്റേഷൻസിൽ വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്. അതായത് 2 ക്യാമറാസ്, ഒരു ക്യാമറ ഉള്ളിൽ ഒരു ക്യാമറ പുറത്തേക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു സജ്ജീകരണമാണ്. പിന്നെ ഇൻറ്റീരിയർ ആയിട്ടുള്ള സ്ഥലങ്ങളാണെങ്കിൽ അവിടുത്തെ പ്രിസൈഡിങ് ഓഫീസേഴ്സും പിന്നെ ബാക്കി ആൾക്കാരോട് ബന്ധപ്പെടാൻ വേണ്ടിയിട്ടുള്ള എന്തായാലും എല്ലാ സ്ഥലത്തും മൊബൈൽ കണക്ടിവിറ്റി ഉണ്ട്, നമ്മൾ ബന്ധപ്പെടുന്നുണ്ട്. പിന്നെ അങ്ങനെയുള്ള സ്ഥലത്തിലെ പോലീസിലെ അവരുടെ വയർലെസ് വഴി അങ്ങനെയുള്ള സജ്ജീകരണങ്ങൾ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഈ ക്രിട്ടിക്കൽ ബൂത്ത്സ് എന്ന് അറിയപ്പെടുന്ന ഒരു 14 ബൂത്ത്സ് ഉണ്ട്, 7 ലൊക്കേഷനിൽ ഉള്ളത്. അതിന് വേണ്ടിയിട്ട് ക്യാമറ ഉൾപ്പെടെ നമ്മൾ മൈക്രോ ഒബ്സർവേഴ്സ് അവിടെ നിയമിച്ചിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള സെൻട്രൽ ഫോഴ്സസ് പറഞ്ഞിട്ടുള്ളവർ കൂടി അവിടെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. സോ ഇലക്ഷന് വേണ്ടിയിട്ടുള്ള എല്ലാ പീസ്ഫുൾ ഇലക്ഷന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണവും നമ്മുടെ ഭാഗത്തിന് ഉണ്ടായിട്ടുണ്ട്. മുൻ ഇലക്ഷങ്ങളെക്കാട്ടി വ്യത്യസ്തമായിട്ട് ട്രെൻഡ് അറിയാനുള്ള സംവിധാനം അതെങ്ങനെയാണ് നേരത്തെ സർ പറഞ്ഞ പോലെ? സോ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷനുടെ ഇപ്പോൾ നിലവിലുള്ള ഒരു ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്, നേരത്തെ നമുക്ക് ഇഷ്ടം പോലെ ആപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു, മൊബൈൽ ആപ്സ് ഉണ്ടായിരുന്നു, ഒരു 40ഓളം ആപ്സ് ഉണ്ടായിരുന്നു. അതെല്ലാം ഇപ്പോൾ ക്രോഡീകരിച്ചിട്ട് ഒരു ആപ്പ് മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത്. വളരെ ഈസി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ആപ്പാണ് ECI നെറ്റ് ആപ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ആപ്പ് നമ്മൾ കാണുന്നത്, PRO ആപ്പ്. ആ PRO ആപ്പിൽ ഇപ്പോൾ അതിൻ്റെ ഒരു സ്ക്രീൻ കൂടി നമ്മൾ കാണുന്നുണ്ട്. ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് 4-5 പ്രാവശ്യമാണ് ഇത് വോട്ടർ ടേൺ ഔട്ട് നമുക്ക് മേൽനോട്ട് വയ്ക്കേണ്ടത്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു
7 മണി മുതൽ 9 മണി വരെ ഉള്ള വോട്ടർ ടേൺ ഔട്ട് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് തന്നെ അവിടെ എൻട്രി ചെയ്യുന്നു. അത് റിട്ടേണിംഗ് ഓഫീസർ ക്രോസ് ചെക്ക് ചെയ്ത ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് വോട്ടർ ടേൺ ഔട്ട് ആപ്പിലോട്ട് വരുന്നു. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് എല്ലാവർക്കും കാണാൻ സാധിക്കും. നേരത്തെ അത് മാനുവൽ പ്രോസസ്സായിരുന്നു. അത് റിട്ടേണിംഗ് ഓഫീസർ അത് ഡേറ്റ എൻട്രി ചെയ്യേണ്ട ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രിസൈഡിംഗ് ഓഫീസർ തന്നെ നേരിട്ട് ഡേറ്റ എൻട്രി ചെയ്യുന്നു. അത് വെരിഫൈ ചെയ്ത ശേഷം നമുക്ക് പബ്ലിഷ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ അങ്ങനെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ പോളിംഗ് ട്രെൻഡ്സ് ജനങ്ങൾക്ക് അറിയാൻ സാധിക്കും. പൊതുജനങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അതെ, ഇത് ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാം. മീഡിയ എന്തായാലും ആക്സസ് ചെയ്യുന്നുണ്ട്. ജനങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പബ്ലിക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. പ്രശ്നബാധിത പ്രദേശങ്ങളിലൊക്കെ മൈക്രോ ഒബ്സർവേഷൻ വരെ തയ്യാറാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിൽ നിന്നും ക്യാമറമാൻ അനൂജ് അനാമനൊപ്പം ടിൻഡുദാസ്. നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ്. ആദ്യ മണിക്കൂറിൽ 3.4% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വഴിക്കടവ് 22ാം പോളിംഗ് ബൂത്തിൽ യന്ത്ര തകരാറുണ്ട് എന്ന റിപ്പോർട്ട് ഇതിനിടെ പുറത്തു വരികയുണ്ടായി. വോട്ടർമാരുടെ നീണ്ട നിര പോളിംഗ് സ്റ്റേഷനിലുണ്ട്. പ്രതികൂല കാലാവസ്ഥ വകവയ്ക്കാതെയാണ് വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. LDF സ്ഥാനാർത്ഥി M സ്വരാജ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശിവദാസ് കന്മനവും അരുൺ ആലത്തൂരുമാണ് നമുക്കൊപ്പം ചേർന്നത്. ആദ്യം അരുൺ ആലത്തൂരിലേക്കാണ്. അരുൺ, ആദ്യ മണിക്കൂറിൽ മികച്ച പോളിംഗ് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും രാഖി, ആദ്യ മണിക്കൂറുകളിൽ മികച്ച പോളിംഗ് തന്നെയാണ് അനുഭവപ്പെടുന്നത്. 3.8 ഇപ്പോൾ പോളിംഗ് ശതമാനം എത്തിയിട്ടുണ്ട്. ഏതായാലും ആദ്യ 1 മണിക്കൂർ പിന്നിടുമ്പോൾ, പോളിംഗ് ആരംഭിച്ച ആദ്യ 1 മണിക്കൂർ പിന്നിടുമ്പോഴാണ് ഇത്രയും പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മഴ ഇങ്ങനെ ഇടവിട്ട് പെയ്യുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇപ്പോൾ പോളിംഗ് ആരംഭിച്ചതിന് ശേഷം മാത്രം 3-4 തവണയായി മഴ ഇങ്ങനെ ഇടവിട്ട് പെയ്യുന്നുണ്ട്. അത് വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ വിമുഖത, പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുന്നതിന് ചെറിയ വിമുഖത ഇനി ഉണ്ടാവുമോ എന്നുള്ളത് ഒരു ആശങ്കയുണ്ട്. ഏതായാലും പോളിംഗ് ഇപ്പോൾ ഈ 1 മണിക്കൂർ പിന്നിടുമ്പോൾ വലിയ കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അങ്ങിങ്ങായി ചില പ്രശ്നങ്ങളും രേഖപ്പെടുത്തുന്നുണ്ട്. അതായത് ചിലയിടങ്ങളിൽ, ചില ബൂത്തുകളിൽ വെളിച്ചക്കുറവുണ്ട് എന്നുള്ളൊരു പരാതി നൽകിയിട്ടുണ്ട്. UDFകാരാണ് അത്തരത്തിൽ പരാതി നൽകിയിരിക്കുന്നത്. അതേസമയം തന്നെ ചിലയിടങ്ങളിൽ യന്ത്ര തകരാറും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ചിലയിടങ്ങളിൽ പരിഹരിച്ചിട്ടുണ്ട്, ചിലയിടങ്ങളിൽ അത് തുടരുന്ന ഒരു സ്ഥിതിയുമുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും നിലമ്പൂരിലെ വോട്ടെടുപ്പ് ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ, പോളിംഗ് പുരോഗമിക്കുമ്പോൾ ആളുകളൊക്കെ ആദ്യ മണിക്കൂറുകളിൽ മികച്ച രീതിയിൽ തന്നെ അതിനോട് പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഇതിനോടകം തന്നെ 3 സ്ഥാനാർത്ഥികളുടെ പ്രതികരണങ്ങളും രംഗത്ത് വന്നിട്ടുണ്ട്, പ്രതികരണങ്ങളും എത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. ഒന്ന്, സ്വരാജ് വോട്ട് ചെയ്തതിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി. വലിയ വിജയപ്രതീക്ഷയാണ് സ്വരാജ് പങ്കുവച്ചത്. അതുപോലെ തന്നെ ആര്യാടൻ ഷൗക്കത്തും വലിയ വിജയപ്രതീക്ഷ പങ്കുവച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ PV അൻവർ സർക്കാരിനെതിരായിട്ടുള്ള വിധിയെഴുത്തായിരിക്കും ഇത് എന്നുള്ളതാണ് PV അൻവർ പ്രതികരിച്ചിരിക്കുന്നത്. ഏതായാലും ഇനി BJP സ്ഥാനാർത്ഥിയായ NDA സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് മോഹൻ ജോർജും ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉണ്ടാവുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രമല്ല അദ്ദേഹം 10 മണിക്ക് ചുങ്കത്തറയിലാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തുന്നത്. ചുങ്കത്തറയിൽ ഏതായാലും അദ്ദേഹത്തിൻ്റെ വോട്ട് രേഖപ്പെടുത്തിയതിന് ശേഷമായിരിക്കും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ ഏതായാലും ഒരു ഭാഗത്ത് കാലാവസ്ഥ ഇങ്ങനെ പ്രതികൂലമായിട്ട് തുടരുന്നുണ്ട്, മഴ ഇങ്ങനെ ശക്തമായിട്ട് പെയ്യുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും മഴ ശക്തമായി പെയ്യുന്ന ഒരു സ്ഥിതിയുണ്ട്. അതേസമയം തന്നെ പോളിംഗും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നിലമ്പൂരിൽ കാണാൻ സാധിക്കുന്നത്. അരുൺ, അതുപോലെ തന്നെ ഈ മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ, വന്യജീവി ആക്രമണം, ഒപ്പം ഈ ജമാഅത്തെ PDP കൂട്ടുകെട്ട്, ഇതെല്ലാം തന്നെ വലിയ വിവാദങ്ങളായി ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് ഉണ്ടായിരുന്നതാണ്. 3 ആഴ്ച നീണ്ട പ്രചാരണത്തിനൊടുവിലാണ് അവിടെ തെരഞ്ഞെടുപ്പ് ആസന്നമായത്. എങ്ങനെയാണ് ഈ വിവാദങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്നത് എന്നാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുക? തീർച്ചയായിട്ടും രാഖി, ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം അനവധി വിഷയങ്ങളാണ് ചർച്ചയായിട്ടുള്ളത്. പ്രധാനമായിട്ടും
തെരഞ്ഞെടുപ്പിൽ ജനകീയ വിഷയങ്ങൾ തന്നെയായിരുന്നു വലിയ ചർച്ചയായത്. പ്രത്യേകിച്ച് NDAയും BJPയും പ്രധാനമായിട്ട് ഉയർത്തിയത് ഇത്തരം ജനകീയ വിഷയങ്ങളാണ്. ഒന്ന്, നേരത്തെ രാഖി പറഞ്ഞതുപോലെ തന്നെ മണ്ഡലത്തിലെ ഈ വന്യജീവി ആക്രമണങ്ങൾ, നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ മലയോര ജനത ഏറ്റവും അനുഭവിക്കുന്ന ദുരിതം എന്നുള്ളത് ഈ വന്യജീവി പ്രശ്നങ്ങളാണ്. കാട്ടാനയാണെങ്കിലും പുലിയാണെങ്കിലും കടുവയാണെങ്കിലും ഒപ്പം മറ്റേ കാട്ടുപന്നിയാണെങ്കിലും ഒക്കെ ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയ ആളുകളുടെ സ്വൈര്യജീവിതം നശിപ്പിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ഈ കാട്ടാനയുടെയും കാട്ടുപന്നിയുടെയും ഒക്കെ ആക്രമണത്തിൽ ആളുകൾക്ക് ജീവൻ നഷ്ടമാവുന്ന സാഹചര്യം പോലും മണ്ഡലത്തിൽ നിരവധി തവണ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ഇന്നുപോലും ഇപ്പോൾ പാലക്കാട് നിന്നും സമാന രീതിയിലുള്ള ഒരു കാട്ടാന ആക്രമണത്തിൽ ഒരാൾ ജീവൻ നഷ്ടമായിരിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ള ആ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടെയാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നിലമ്പൂരിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിലെ ജനങ്ങൾ അത്തരം വിഷയങ്ങൾ നിരന്തരം അഭിമുഖീകരിക്കുന്ന ആളുകളാണെന്നുള്ളതാണ്. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് അനന്തു എന്ന ഒരു 15 വയസ്സുകാരന് ഈ കാട്ടുപന്നിക്ക് വെച്ച കെണിയിൽ അതിൽ നിന്ന് ഷോക്കേറ്റ് ജീവൻ നഷ്ടമാവുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. അത്തരത്തിൽ വന്യജീവി പ്രശ്നങ്ങൾ മണ്ഡലത്തിൽ വലിയ രീതിയിൽ തുടരുന്നു. ഇടത് വലത് മുന്നണികൾ ഓരോ തവണയും വിജയിച്ചിട്ടും അതിനൊന്നും ഒരു പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല അവർക്ക് എന്നുള്ളത്. അത് നിലമ്പൂരിലെ ജനങ്ങൾക്കിടയിലും വലിയ അമർഷം പുകയുന്നുണ്ട് ആ വിഷയത്തിൽ എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്നുള്ളത് നിലമ്പൂർ മണ്ഡലത്തിലെ ബൈപ്പാസ്, നിലമ്പൂർ ബൈപ്പാസ് ഏകദേശം 30 വർഷത്തോളമായി ഈ ബൈപ്പാസ് ഉടൻ കൊണ്ടുവരുമെന്ന് ഇടത് വലത് മുന്നണികൾ മാറി മാറി പറയാൻ തുടങ്ങിയിട്ട്. പക്ഷേ ഇത്രയും കാലമായിട്ടും ബൈപ്പാസ് യാഥാർത്ഥ്യമായിട്ടില്ല എന്ന് മാത്രമല്ല, നിലമ്പൂർ നഗരത്തിൽ മിക്ക സമയത്തും വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥിതിയുണ്ട്. ഗതാഗത കുരുക്കിന് പുറമെ ഈ ബൈപ്പാസിന് ഭൂമി നൽകിയ ആളുകൾ, ആ ഭൂമി നൽകിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അവർക്ക് അവരുടെ വീട് ഒന്ന് വിൽക്കാനോ വിലമാറാനോ പണയം വെക്കാനോ പോലും കഴിയാതെ ദുരിതം അനുഭവിക്കുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ട്. അതും വലിയ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായ വിഷയമാണെന്നുള്ളതാണ്. ഇതിനോടൊപ്പം തന്നെ മണ്ഡലത്തിലെ ഈ വനവാസി ഊരുകളിൽ ആളുകൾക്ക് കൃത്യമായ വീടും മറ്റുമില്ലാതെ, കക്കൂസില്ലാതെ ടാർപോളിൻ കൊണ്ട് വലിച്ചു കെട്ടിയ കൂരകളിൽ കഴിയുന്ന സ്ഥിതി, അവിടെ വെളിച്ചവും അതുപോലെ തന്നെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളൊന്നും വെള്ളവും ഒന്നുമില്ലാത്ത ഒരു സ്ഥിതി ഈ വനവാസി ഊരുകളിലെ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കൂടാതെ തന്നെ കഴിഞ്ഞ പ്രളയകാലത്ത് നിരവധി പാലങ്ങളും റോഡുകളുമൊക്കെ തകർന്നു. അത് പുനർനിർമ്മാണം ഇതുവരെയും നടന്നിട്ടില്ല എന്നുള്ളത്. അങ്ങനെ നിരവധി അനവധിയായ വികസന പ്രശ്നങ്ങൾ, ജനകീയ പ്രശ്നങ്ങൾ ഈ നാടിൽ ജനങ്ങൾ അഭിമുഖീകരിക്കുന്നു എന്നുള്ളതാണ്. അത് തന്നെയായിരുന്നു NDA സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് മോഹൻ ജോർജ് പ്രധാനമായിട്ടും തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കിയത്, അദ്ദേഹം ഉന്നയിച്ചതെന്നുള്ളത്. ഒപ്പം തന്നെ നരേന്ദ്രമോദി സർക്കാർ ഈ നിലമ്പൂർ മണ്ഡലത്തിൽ നൽകിയിട്ടുള്ള നിരവധി വികസന പ്രവർത്തനങ്ങളും NDA മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. പ്രത്യേകിച്ച് ഈ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ അത് നവീകരിച്ചത്, അത് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അടുത്തിടെ ആ സ്റ്റേഷൻ്റെ നവീകരണം ഉണ്ടായത്. ഒപ്പം തന്നെ മണ്ഡലത്തിലെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നിലമ്പൂർ തേക്കാണ്. ആ നിലമ്പൂർ തേക്കിന് ജിയോ ടാഗ് നൽകി അതിന് വലിയ അംഗീകാരം നൽകിയതും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ്. അങ്ങനെയുള്ള ജനങ്ങൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള വിവിധങ്ങളായ പദ്ധതികളും ജനങ്ങൾക്ക് മുൻപിൽ പറഞ്ഞുകൊണ്ടാണ് NDA അല്ലെങ്കിൽ BJP തെരഞ്ഞെടുപ്പിനെ നിലമ്പൂരിൽ അഭിമുഖീകരിച്ചതെന്നുള്ളതാണ്. അതേസമയം തന്നെ ഇടത് വലത് മുന്നണികൾ ആദ്യം മുതൽ തന്നെ വിവാദങ്ങളിലായിരുന്നു അവർ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്, വിവാദങ്ങളായിരുന്നു അവർ പ്രധാന ചർച്ചാ വിഷയമാക്കിയിരുന്നത് എന്നുള്ളതാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് ആരംഭിച്ച ആദ്യം മണ്ഡലത്തിൽ ഇടത് വലത് മുന്നണികൾ ചർച്ചയാക്കിയ വിഷയം എന്നുള്ളത് മലപ്പുറം എന്ന പേരിനെ ചൊല്ലിയുള്ള ഒരു വിവാദമായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ മലപ്പുറത്തെ അപമാനിക്കുന്ന തരത്തിൽ സംസാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് ആയിരുന്നു ആദ്യം വിവാദത്തിന് തിരികൊളുത്തിയത്. പിന്നീട് ഇടതുപക്ഷം, മുഖ്യമന്ത്രിയല്ല യഥാർത്ഥത്തിൽ ഈ മലപ്പുറത്തെ അപമാനിച്ചിട്ടുള്ളത് UDF തന്നെയാണെന്നും മലപ്പുറം ജില്ലാ രൂപീകരണത്തിന് പോലും UDF എതിരായിരുന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നു ഇടതുപക്ഷം അതിനെ തിരിച്ചടിക്കുന്ന അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഏതായാലും അത്തരത്തിൽ ഈ മലപ്പുറം എന്ന പേരിനെ ചൊല്ലിയുള്ള വിവാദങ്ങളായിരുന്നു ആദ്യഘട്ടത്തിലെങ്കിൽ പിന്നീട് രണ്ടാമതുണ്ടായ വിവാദം എന്നുള്ളത് ഈ UDFന് ജമാഅത്തെ ഇസ്ലാമി എന്ന വർഗീയ ഭീകരവാദ പ്രസ്ഥാനം പിന്തുണ നൽകിയതിനെ അത് അംഗീകരിച്ചുകൊണ്ട് UDF അവരുമായിട്ടൊരു കൂട്ടുകെട്ടിൽ ഏർപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അതിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുകയുണ്ടായി. ഒപ്പം തന്നെ ഇപ്പോഴത്തെ ഈ ഇടതുപക്ഷം
PDP എന്ന ഭീകരപ്രസ്ഥാനവുമായി കൂട്ടുകൂടുന്ന ഒരു സ്ഥിതിയുമുണ്ടായി. മാത്രമല്ല ഇവർ ഈ രണ്ട് വർഗീയ ഭീകരവാദ പ്രസ്ഥാനങ്ങളുമായി കൂട്ടുകൂടിയെന്ന് മാത്രമല്ല UDF നിരന്തരം ഈ ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശുന്ന പ്രതികരണങ്ങളുമായി UDF നേതാക്കൾ രംഗത്തെത്തുന്ന കാഴ്ചയാണ് നിലമ്പൂരിൽ കാണാൻ സാധിച്ചത്. അതേസമയം തന്നെ PDP എന്ന ഭീകരപ്രസ്ഥാനത്തെ വെള്ളപൂശുന്ന നിലപാടുമായിട്ട് നിരന്തരം മറ്റ് ഇടതുപക്ഷ നേതാക്കൾ, ഇടതുപക്ഷത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ ഉൾപ്പെടെ PDP പീഡിതരുടെ പാർട്ടിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളത്. അത്തരത്തിൽ ഈ വർഗീയ പ്രസ്ഥാനങ്ങളെ, വർഗീയ ഭീകരവാദ പ്രസ്ഥാനങ്ങളെ വെള്ളപൂശുന്ന ഒരു നടപടിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യം മുതൽ തന്നെ ഇടതുപക്ഷവും അതുപോലെ തന്നെ കോൺഗ്രസും അല്ലെങ്കിൽ UDFും ഒക്കെ ഉന്നയിച്ചത്. അതിനപ്പുറം മറ്റൊരു കാര്യം എന്നുള്ളത് UDFിൻ്റെ ഭാഗത്ത് നിന്ന് പാലക്കാട്ടേതുപോലൊരു പെട്ടി വിവാദം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം അവർ നടത്തി. കാരണം UDFിൻ്റെ യുവ നേതാക്കളായ ഈ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും സഞ്ചരിച്ചിരുന്ന വാഹനം, ആ വാഹനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള വാഹന പരിശോധന നടക്കുന്നു. ആ വാഹന പരിശോധനയിൽ ഇവരുടെ വാഹനം പരിശോധിക്കുന്ന സമയത്ത് പെട്ടെന്ന് തങ്ങളെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും രംഗത്തെത്തുകയായിരുന്നു. അത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചു എന്ന് മാത്രമല്ല, അത് പിന്നീട് UDF വലിയ രീതിയിൽ അതിനെ ചർച്ചയാക്കാൻ ആദ്യഘട്ടത്തിൽ ശ്രമിച്ചെങ്കിലും പിന്നീട് അത് തിരിച്ചടിയാവുമെന്ന് അവർക്ക് മനസ്സിലായതോടുകൂടെ അവർ പിന്നീട് ആ വിവാദത്തിൽ നിന്ന് പിൻവാങ്ങുകയും അതിൽ നിന്ന് പരാതി കൊടുക്കുകയോ മറ്റു നടപടികളിലേക്ക് കടക്കുകയോ ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ്. ഏതായാലും അങ്ങനെ നിരവധി അനവധിയായ ഈ വിവാദ വിഷയങ്ങൾ ആയിരുന്നു ഈ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചയായത് എന്നുള്ളതാണ്. UDFും ഇടതുപക്ഷവും ചർച്ചയാക്കിയത് അത്തരത്തിലുള്ള വിവാദങ്ങളായിരുന്നു എന്നുള്ളതാണ്. നിലവിലേതായാലും ആ വിവാദങ്ങൾക്കും മറ്റുമൊക്കെ അപ്പുറം NDA പറഞ്ഞു വെച്ചത് മണ്ഡലത്തിൻ്റെ വികസനം എന്നുള്ളതാണ്. ആ വികസനമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ചർച്ചയാവേണ്ടത് എന്നും NDA പറഞ്ഞു വെച്ചു. നിലമ്പൂർ ഏതായാലും നമുക്കറിയാം ഇനി ഒരു 6-7 മാസം കഴിഞ്ഞാൽ വീണ്ടും കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. ആ സമയത്ത് നിലമ്പൂരിൽ പറഞ്ഞു വെക്കുന്ന രാഷ്ട്രീയം, അതല്ലെങ്കിൽ നിലമ്പൂരിൽ ഇത്തരത്തിലുള്ള വർഗീയ പ്രസ്ഥാനങ്ങളെയൊക്കെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഇടത് വലത് മുന്നണികൾ നടത്തുന്ന ഈ നീക്കം, ഇത് കേരള ജനത മുഴുവൻ കാണുന്നുണ്ട്, നിലമ്പൂരിലെ ജനങ്ങളും തിരിച്ചറിയുന്നുണ്ട്. അത് തെരഞ്ഞെടുപ്പിൽ കൂടി പ്രതിഫലിക്കും എന്നുള്ളതാണ്. പോളിംഗ് പുരോഗമിക്കുന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന വീട്ടിക്കുത്ത് LP സ്കൂൾ UDF സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്ത് കുടുംബസമേതം വോട്ട് രേഖപ്പെടുത്താനായിട്ട് എത്തിയിട്ടുണ്ട്. അദ്ദേഹം ആ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി പോളിംഗ് ബൂത്തിലേക്ക് കയറിയിരിക്കുന്ന ആ കാഴ്ചയാണ് നമുക്ക് കാണുന്ന ദൃശ്യങ്ങളിൽ. ഇപ്പോൾ ഏതായാലും നേരത്തെ M സ്വരാജ് വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പ്രധാന സ്ഥാനാർത്ഥികളിൽ 3 സ്ഥാനാർത്ഥികൾക്ക്, അതായത് ഇടത് സ്ഥാനാർത്ഥിയായ M സ്വരാജ്, അതുപോലെ തന്നെ ഈ UDF സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്ത്, അതുപോലെ തന്നെ NDA സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് മോഹൻ ജോർജ്, ഇവർക്ക് 3 പേർക്കും ഈ മണ്ഡലത്തിൽ വോട്ടുണ്ട്. അൻവറിന് ഈ മണ്ഡലത്തിലല്ല, അതുകൊണ്ട് അൻവറിന് വോട്ടില്ല. പക്ഷേ ഈ 3 പേർക്കും ഇവിടെ വോട്ടുണ്ട്. അതിലിപ്പോൾ ആര്യാടൻ ഷൗക്കത്ത്, അതായത് M സ്വരാജിന് പിന്നാലെ ആര്യാടൻ ഷൗക്കത്തും വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഏതായാലും അദ്ദേഹം ഇന്ന് രാവിലെ തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. വലിയ വിജയപ്രതീക്ഷ തനിക്ക് ഉണ്ട് എന്നുള്ളതായിരുന്നു ആര്യാടൻ ഷൗക്കത്ത് പ്രതികരിച്ചിരുന്നത്. ഏതായാലും ഇനി ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം വീണ്ടും മാധ്യമങ്ങളെ കാണും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ പോളിംഗ് ഏതായാലും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മഴ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. ഇടയ്ക്ക് മഴ ശക്തമായി പെയ്യുന്നു, ഇടയ്ക്ക് മഴ തോരുന്നു. അത്തരത്തിൽ മഴ വീണ്ടും പെയ്യുന്ന ഒരു സ്ഥിതിയും അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രാവിലെ തന്നെ ജോലിക്ക് മറ്റും പോകുന്നതിന് മുൻപായി പോളിംഗ് ബൂത്തിലേക്ക് എത്തി വോട്ട് രേഖപ്പെടുത്തി മടങ്ങുക എന്നുള്ളതാണ് ഓരോരുത്തരും കരുതുന്നത്. അങ്ങനെ കരുതുന്ന ആളുകൾ, അങ്ങനെ ഓടി പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന ആളുകൾ, അവർക്കൊക്കെ അതൊരു വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ എങ്കിൽ പോലും ഈ മഴയൊക്കെ അവഗണിച്ചുകൊണ്ടും ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിലെ ഈ പോളിംഗ് കേന്ദ്രങ്ങളിൽ മഴ മുൻകരുതലുകളുടെ ഭാഗമായി, അല്ലെങ്കിൽ മഴ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ വോട്ട് ചെയ്യാൻ എത്തുന്ന ആളുകൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടി മറ്റ് ക്രമീകരണങ്ങളും പന്തലും മറ്റുമൊക്കെ ഓരോ പോളിംഗ് സ്റ്റേഷനുകളിലും
ഉണ്ടാക്കിയിട്ടുണ്ട്. അതും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ആളുകൾ മഴയെ അവഗണിച്ചുകൊണ്ട് എത്രത്തോളം ഇനി വരും മണിക്കൂറുകളിലൊക്കെ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തും എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. മറ്റൊരു കാര്യമുള്ളത് നമുക്കറിയാം, ഈ തുടരെ ഇങ്ങനെ വരുത്തി വയ്ക്കുന്ന ഓരോ തെരഞ്ഞെടുപ്പുകൾ അത് വോട്ടർമാരുടെ ഇടയിൽ ഏതെങ്കിലും തരത്തിൽ വിമുഖത ഉണ്ടാക്കുന്നുണ്ടോ, വോട്ടർമാർക്ക് ബുദ്ധിമുട്ട്, അവർക്കത് ഏത് തരത്തിലാണ് അതിനോട് അവർ പ്രതികരിക്കുക എന്നുള്ളത് നമ്മൾ കാണേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഇപ്പോൾ ഈ ആര്യാടൻ ഷൗക്കത്ത് വോട്ട് രേഖപ്പെടുത്തി പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ്. അദ്ദേഹം ഏതായാലും ഇപ്പോൾ കുടുംബസമേതമാണ് ഈ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കുടുംബസമേതം എത്തി വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഏതായാലും അദ്ദേഹം വോട്ടർമാരെയൊക്കെ കണ്ട് അവർക്കൊക്കെ കൈകൊടുക്കുന്ന മറ്റൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ആദ്യ മണിക്കൂർ പിന്നിടുമ്പോൾ ഇപ്പോൾ പോളിംഗ് ശതമാനത്തിൽ കൂടെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. പോളിംഗ് ശതമാനം അത് 4% പിന്നിടുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിവരം. പോളിംഗ് ശതമാനം ഏതായാലും ഇപ്പോൾ ഈ മണിക്കൂറുകളിൽ പോളിംഗ് ശതമാനം ഉയരുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ആദ്യ മണിക്കൂറിൽ അത് 3.6 രേഖപ്പെടുത്തിയിരുന്നത്. ഇപ്പോൾ ഏതായാലും 4% പിന്നിടുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മഴയും മറ്റുമൊക്കെ അവഗണിച്ചുകൊണ്ട് വോട്ടർമാരിങ്ങനെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ പോളിംഗ് ശതമാനം വീണ്ടും ഉയരുമ്പോൾ അതിൽ നിന്ന് വ്യക്തമാവുന്നത്. ഏതായാലും ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് അത് വലിയ ആവേശത്തോടു കൂടി തന്നെ പുരോഗമിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇനി ഇപ്പോൾ ഈ ആര്യാടൻ ഷൗക്കത്തിൻ്റെ പ്രതികരണം നമുക്ക് വീണ്ടും പ്രതികരണത്തിലേക്ക് പോകാം. ആദ്യഘട്ടത്തിൽ താങ്കൾ പ്രതികരിച്ചു കഴിഞ്ഞു. എങ്ങനെയുണ്ട് ഇപ്പോൾ ഒരു 2 ബൂത്തുകളിലെങ്കിലും താങ്കൾ സന്ദർശിച്ചു കഴിഞ്ഞല്ലോ, എന്താണ് പ്രതികരണം? എങ്ങനെയാണ്? നല്ല പ്രതികരണമാണ്. മഴയൊന്നും വാസ്തവത്തിൽ ഇതിനെ ബാധിക്കില്ല. മാത്രമല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൈ പിടിച്ചോളൂ. എൻ്റെ പിതാവില്ലാത്ത ആദ്യത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പാണിത്. സാധാരണ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എൻ്റെ പിതാവിൻ്റെ കൂടെയാണ് ഞങ്ങൾ കുടുംബസമേതം വരുന്നത്. അത് അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു. അദ്ദേഹം ഞങ്ങളുടെ ID കാർഡ് പോലും അദ്ദേഹത്തിൻ്റെ സേഫ് കസ്റ്റഡിയിലാണ് ഉണ്ടാവുക. ഞങ്ങളെത്തുന്ന ID കാർഡ് തരാൻ പോലും വിശ്വാസം ഉണ്ടാവില്ല. വോട്ടിങ്ങിന് വരുമ്പോൾ മാത്രം അന്ന് രാവിലെ എല്ലാവരുടെ ID കാർഡ് എടുത്ത് തരും, മക്കളുടെയും പേരമക്കളുടെയും ഒക്കെ. അതുപോലെ വോട്ടിംഗ് കഴിഞ്ഞ് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ID കാർഡ് അദ്ദേഹം തന്നെ, പിതാവ് തന്നെ വാങ്ങി അദ്ദേഹം ഭദ്രമായി സൂക്ഷിക്കും. ഞാനൊക്കെ ID കാർഡ് ചോദിച്ചാൽ എന്നോട് പറഞ്ഞു, നിനക്ക് ആധാറും ഇൻകം ടാക്സും അതേപോലെ ലൈസൻസും ഒക്കെ ഉണ്ടല്ലോ, ഇത് വോട്ട് ചെയ്യാൻ മാത്രം മതി, ഇതിവിടെ ഇരുന്നോട്ടെ എന്ന് പറയും. അങ്ങനെയാണ്. ഇന്ന് എൻ്റെ പിതാവില്ലാത്ത ആദ്യത്തെ ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പാണ്. സാധാരണ പിതാവിൻ്റെ കൂടെ വന്നിട്ടാണ് വോട്ട് ചെയ്യാറുള്ള കുടുംബസമേതം. അതിൻ്റെ ഒരു പ്രയാസമുണ്ട്. എന്തൊക്കെയായാലും ഒരു നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കാവുന്ന എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. ബൂത്തുകളിൽ എന്താണെന്ന് വെച്ചാൽ 59 പുതിയ ബൂത്തുകളാണ് ഉണ്ടാക്കിയത്. 59 പുതിയ ബൂത്തുകൾ. നേരത്തെ 204 59. സാധാരണ ഓരോ വർഷം ബൂത്തിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുമ്പോൾ ഒരു 5 ബൂത്ത് അല്ലെങ്കിൽ ഒരു 6 ബൂത്ത് ഇങ്ങനെയാണ് ഓരോ വർഷം വർദ്ധിപ്പിക്കുക ഓരോ തെരഞ്ഞെടുപ്പിൽ. ഇത് നേരെ മറിച്ച് 59 ബൂത്ത് വർദ്ധിച്ചതുകൊണ്ട് ബൂത്തുകളിൽ വോട്ടുകളുടെ എണ്ണം കുറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് വലിയ നീണ്ട ക്യൂയുടെ ആവശ്യമില്ല. ആർക്കും വോട്ട് ചെയ്ത് പോകാവുന്ന ഒരു അന്തരീക്ഷമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനത്തെ ബാധിക്കില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. നല്ലൊരു ഭൂരിപക്ഷം വരാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. കാലാവസ്ഥയുടെ പ്രശ്നങ്ങളൊന്നുമില്ല. കാലാവസ്ഥാ പ്രശ്നം എന്ന് പറഞ്ഞാൽ കാരണം അത് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തൊന്നും ആ പ്രശ്നം കണ്ടിട്ടില്ല. ഈ കോരിച്ചൊരിയുന്ന മഴയത്തും ഒരു കാലത്തുമില്ലാത്ത ആവേശവും ഒരു കാലത്തുമില്ലാത്ത ആൾക്കൂട്ടവുമാണ് UDFൻ്റെ ഓരോ പരിപാടികളിലും ഉണ്ടായിട്ടുള്ളത്. അത് കുടുംബയോഗമാവട്ടെ, എൻ്റെ പര്യടനമാവട്ടെ,
കൊട്ടിക്കലാശമാവട്ടെ, പ്രിയങ്ക ഗാന്ധിയുടെ പര്യടനമാവട്ടെ, എല്ലാ പരിപാടികളിലും ആദ്യം മുതലേ ഒരു വലിയ ജനക്കൂട്ടം വരുന്നു. അപ്പോൾ കോരിച്ചൊരുന്ന മഴയൊന്നും അതിനൊക്കെ അതിജീവിക്കുന്ന വലിയ ആവേശം UDFിൻ്റെ പ്രവർത്തകരിലുണ്ട്. അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനത്തെ ബാധിക്കില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. മാത്രമല്ല ഒരു വലിയ ഭൂരിപക്ഷത്തിന് വിജയിക്കാവുന്ന സാഹചര്യം. വിവാദ പ്രശ്നങ്ങൾ എന്തെങ്കിലും തിരിച്ചടിയാവുമെന്നുള്ള അവസാന ലാപ്പിൽ അങ്ങനെ ഒരു വിലയിരുത്തൽ അത് യഥാർത്ഥ കാര്യങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി ഓരോന്ന് വിവാദങ്ങൾ എന്ന് പറഞ്ഞുണ്ടാക്കുന്നതല്ലേ. ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന തെരഞ്ഞെടുപ്പായിട്ട് നിലമ്പൂരിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഈ ഓഗസ്റ്റ് 8-ാം തീയതി വന്നാൽ കവളപ്പാറ ദുരന്തം കഴിഞ്ഞിട്ട് 6 വർഷം തികയാണ്. ഓഗസ്റ്റ് 8-ന് ഇപ്പോഴും 300 ചില്ലാനം ആദിവാസി കുടുംബങ്ങൾ ഇപ്പോഴും പ്ലാസ്റ്റിക് ഷീറ്റിനുള്ളിൽ കഴിയാൻ നിലമ്പൂരിൽ. ഇതൊക്കെ പ്രശ്നങ്ങളാണ്. മാത്രം നമുക്ക് ഇരിക്കണോ? നമുക്ക് നിൽക്കാൻ പ്രയാസമാണെങ്കിൽ അങ്ങോട്ട് ഇരിക്കാം. ഇത് അങ്ങോട്ട് കാറിലിരിക്കാം. ഞാൻ ആക്കി തരാം, ഉമ്മാനാക്കി തരാം. ഇതൊക്കെ അടിസ്ഥാന പ്രശ്നങ്ങളാണ്. ഇതൊന്നും ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി ബോധപൂർവം ഉണ്ടാക്കുന്ന 9 വർഷമായി ഈ നിലമ്പൂർ അവഗണിക്കപ്പെടുകയാണ്. ഇത് ചർച്ച ചെയ്യപ്പെടുന്ന തെരഞ്ഞെടുപ്പാണ്. പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ ഈ പറയുന്ന അഴിമതിയും അതേപോലെ തന്നെ അത് ജനങ്ങൾക്കുണ്ടാക്കിയ ഗവൺമെൻറ് ഉണ്ടാക്കിയ ഒരു ദുസ്ഥിതിയും ചർച്ച ചെയ്യുന്ന തെരഞ്ഞെടുപ്പായി. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് കാണാലോ എവിടെയും. ഇപ്പോൾ അടുത്ത കാലത്ത് നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും നമ്മളത് കണ്ടതല്ലേ. മാത്രമല്ല നിലമ്പൂരിൽ നിങ്ങൾ വന്നിട്ട് നിങ്ങൾക്കത് ബോധ്യമായിട്ടില്ലേ? ഒരു വലിയ ഭരണവിരുദ്ധം എന്ന് പറഞ്ഞാൽ പോരാ, ഈ പറഞ്ഞ പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ ഈ കെടുകാര്യസ്ഥതയ്ക്കെതിരെ, ഈ ദുസ്ഥിതി ഉണ്ടാക്കിയ കേരളത്തിൽ ഉണ്ടാക്കിയ ദുസ്ഥിതിക്കെതിരെയുള്ള ഒരു വലിയ പ്രതിഷേധം കേരളം മുഴുവൻ ആഞ്ഞടിക്കുന്നുണ്ട്. അതിൻ്റെ കൃത്യമായൊരു പ്രതിഫലനം കൂടി നിലമ്പൂരുണ്ടാവും. ഈ വി പ്രകാശിന്റെ വീട്ടിൽ അങ്ങ് ഇതുവരെ സന്ദർശിച്ചില്ല. അത് വലിയ തരത്തിൽ വിവാദമാണ്. ഈ തെരഞ്ഞെടുപ്പ് ദിവസം പോലും അത് ചർച്ച ചെയ്യപ്പെടുന്നത്. ഇതുവരെ അങ്ങ് ഞാൻ ഇതിലൊരു കാര്യമാണ് പറഞ്ഞത്. എന്ത് ശ്രമിച്ചാലും UDFിൻ്റെ വോട്ടിൽ ഒരു വിള്ളലുണ്ടാക്കാൻ ആര് ശ്രമിച്ചാലും കഴിയില്ല. നിലമ്പൂർ UDFിൻ്റെ വോട്ടിൽ ഒരു ചെറിയ പോറൽ പോലും ഉണ്ടാക്കാൻ, വിള്ളൽ പോട്ടെ, ഒരു ചെറിയ എയർലൈൻ പോറൽ പോലും ഉണ്ടാക്കാൻ ആര് ശ്രമിച്ചാലും കഴിയില്ല. എനിക്കത് മാത്രമേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. അതിനൊക്കെ അത് നിങ്ങൾക്ക് തന്നെ ബോധ്യമായിട്ടുണ്ട്. ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനം അത് കോൺഗ്രസും നകത്തും മുസ്ലിം ലീഗിനകത്തും മാത്രമല്ല, കോൺഗ്രസും മുസ്ലിം ലീഗും കേരള കോൺഗ്രസും RSPയും അടങ്ങുന്ന നാഷണൽ ജനതാദളൊക്കെ അടങ്ങുന്ന ഒരു വലിയ ജോയിൻ്റ് ആയിട്ടുള്ള നല്ലൊരു മൂവ്മെൻറ്റ് അത് നിലമ്പൂരിൽ നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ടാവും. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരു സാധ്യത ഇവിടെ എന്താ ഉള്ളത്? ആളുകൾ എന്തായാലും ഭരണത്തിനെതിരെ ചിന്തിക്കുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും ഒരു തോൽക്കാൻ പോകുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തിട്ട് വോട്ട് നഷ്ടപ്പെടുത്തുന്ന ഒരവസരം ഉണ്ടാവും എനിക്ക് തോന്നുന്നു. ഓക്കെ. തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ്. ഉപതെരഞ്ഞെടുപ്പ് 1.5 മണിക്കൂർ പിന്നിടുമ്പോൾ 4% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രതികൂല കാലാവസ്ഥ വകവയ്ക്കാതെ വോട്ടർമാർ അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുകയാണ്. നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ്. ആദ്യ മണിക്കൂർ പിന്നിട്ടു. ഏതാണ്ട് 1.5 മണിക്കൂർ വോട്ടെടുപ്പ് പുരോഗമിക്കുമ്പോൾ 4.6% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചുങ്കത്തറ MPM HSSൽ നിന്ന് ശിവദാസ് കന്മനമാണ് നമുക്കൊപ്പം ചേരുന്നത്. ശിവദാസ്, ഈ വഴിക്കടവ് 22-ാം നമ്പർ ബൂത്തിൽ യന്ത്രത്തകരാറ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ പല ബൂത്തുകളിലും വെളിച്ചക്കുറവ് ഉണ്ട് എന്നാണ് പറയുന്നത്. അവിടെ എന്താണ് അവസ്ഥ ഇപ്പോൾ? രാഖി, ഞാനിപ്പോൾ ഉള്ളത് ചുങ്കത്തറയിലാണ്. ചുങ്കത്തറ പഞ്ചായത്തിലാണ്. ഈ പഞ്ചായത്തിലെ MPM ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമുക്കറിയാം ഇവിടെ ഒരു നീണ്ട ക്യൂ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ പോളിംഗ് വളരെ പതുക്കെയാണ് നീങ്ങുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ഒരു പ്രതികൂല കാലാവസ്ഥ കൂടിയുണ്ട്. ഈ കാലാവസ്ഥ കൂടി ഈ ഒരു വോട്ടെടുപ്പിനെ ബാധിക്കുന്നുണ്ട്. കാരണം ചില സമയത്തൊക്കെ മഴ ശക്തമായി പെയ്യുന്നുണ്ട്. ഇപ്പോൾ മഴ അല്പം മാറിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും കാലാവസ്ഥ പ്രതികൂലം തന്നെയാണ്.
തന്നെയാണ്. അത് ഒരു പക്ഷേ ഈ വോട്ടെടുപ്പിനെ രാവിലെ കാര്യമായി ബാധിക്കുന്നുണ്ട്. പക്ഷേ നിലമ്പൂർ നഗരസഭയിലടക്കം നിരവധി ആളുകൾ രാവിലെ മുതൽ തന്നെ വോട്ടെടുപ്പിനായി എത്തുന്നുണ്ട്. പല ഇടങ്ങളിലും വലിയ ഒരു നീണ്ട ക്യൂ തന്നെ നമുക്ക് കാണാൻ കഴിയും. പ്രധാനപ്പെട്ട LDFിൻ്റെയും UDFിൻ്റെയും സ്ഥാനാർത്ഥികൾ ഇതിനകം തന്നെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വഴിക്കടവിൽ ചെറിയൊരു പ്രശ്നം, യന്ത്ര തകരാർ ഉണ്ടായിരുന്നു. അത് അരമണിക്കൂറിനുള്ളിൽ തന്നെ അത് പരിഹരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ ഒരു വലിയ നീണ്ട ക്യൂ ആ സമയത്ത് രൂപപ്പെട്ടിരുന്നു. ഇപ്പോൾ അവിടെ പോളിംഗ് സാധാരണ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. നമുക്കറിയാം ഏകദേശം ഒരു 2,32,000 വോട്ടർമാരാണ് ഈ ഒരു നിയമസഭാ മണ്ഡലത്തിൽ ആകെ ഉള്ളത്. കൂടുതൽ സ്ത്രീ വോട്ടർമാരാണ് ഉള്ളത്. 1,18,000 സ്ത്രീ വോട്ടർമാർ ഈ മണ്ഡലത്തിൽ ഉണ്ട്. അതോടൊപ്പം തന്നെ 1,13,000 പുരുഷ വോട്ടർമാരാണ് ഉള്ളത്. എല്ലായിടത്തും എല്ലാ സജ്ജീകരണങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട്. ഏകദേശം 1.5 മണിക്കൂർ ഇപ്പോൾ പോളിംഗ് പിന്നിട്ടിരിക്കുന്നു. 4 കൂടുതൽ ഇതുവരെ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴും പ്രതികൂലമായ ഒരു കാലാവസ്ഥ നിലനിൽക്കുന്നതാണ് അല്പം ഒരു വെല്ലുവിളി പല ഇടങ്ങളിലും. അതുകൊണ്ട് തന്നെ വെളിച്ചക്കുറവ് അടക്കമുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ട്. വോട്ടർമാർ അത് പറയുന്നുണ്ട്. പ്രതികൂല കാലാവസ്ഥയും ഇതിന് ഒരു കാരണം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ നിലവിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ നിലവിൽ എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ചില ഇടങ്ങളിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വഴിക്കടവിൽ ഒരു യന്ത്ര തകരാർ ഉണ്ടായിരുന്നു. അത് ഏകദേശം അരമണിക്കൂറിനുള്ളിൽ അത് പരിഹരിച്ചു. ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ, യന്ത്ര തകരാറോ അത്തരത്തിലുള്ള ഏതെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് പരിഹരിക്കാനുള്ള സംവിധാനമെല്ലാം തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തു നിന്നും നേരത്തെ തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ നമുക്കറിയാം ശക്തമായ ഒരു രാഷ്ട്രീയ മത്സരം തന്നെയാണ് ഈ ഒരു നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നടക്കുന്നത്. ഈ ഒരു തിരഞ്ഞെടുപ്പ് സാഹചര്യമെല്ലാം തന്നെ നമ്മൾ നേരത്തെയൊക്കെ വിലയിരുത്തിയിരുന്നതാണ്. ഒരു അനാവശ്യമായ ഒരു തിരഞ്ഞെടുപ്പ് ആണ് ഇത് എന്നുള്ള വിലയിരുത്തൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. PV അൻവർ ആയിരുന്നു ഇവിടെ MLA ആയി ഉണ്ടായിരുന്നത്. അദ്ദേഹം രാജിവെച്ച സാഹചര്യമൊക്കെ നമ്മൾ പല തവണ ചർച്ച ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു ചിന്ത കൂടിയുണ്ട്. കാരണം കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഇത് 3ാം തവണയാണ് നിലമ്പൂർ നിയമസഭയിലെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. അതിൻ്റെ ഒരു അമർഷമെല്ലാം തന്നെ പല വോട്ടർമാരും പ്രകടിപ്പിക്കുന്നുണ്ട്. 2024 ആദ്യം ലോക്സഭാ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ രാഹുൽ മത്സരിച്ചു. അദ്ദേഹം ആ സമയത്ത് 2 ഇടങ്ങളിൽ മത്സരിച്ചിരുന്നു. 2 പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിച്ചിരുന്നു. 2 ഇടങ്ങളിലും ജയിച്ചപ്പോൾ വയനാടിനെ കൈവിട്ടുകൊണ്ട് അല്ലെങ്കിൽ വയനാടിൽ നിന്നും അദ്ദേഹം രാജിവെച്ചു. അതിനുശേഷം ഈ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ഉൾപ്പെട്ട ഒരു നിയമസഭാ മണ്ഡലം കൂടിയാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലം. ഈ രാഹുൽ ഇവിടെ നിന്നും രാജിവെച്ചതോടെ ലോക്സഭാ മണ്ഡലത്തിൽ വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് വന്നു. ആ സമയത്തും നിലമ്പൂർ നിയമസഭാ മണ്ഡലം അതിൽ പങ്കാളി ആകേണ്ടി വന്നു. അതിനുശേഷം വീണ്ടും ഇപ്പോൾ PV അൻവർ കൂടി രാജിവെച്ചു. വീണ്ടും ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ആസന്നമായി. അങ്ങനെ ഒരു വർഷത്തിനുള്ളിൽ ഇത് 3ാം തവണയാണ് ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് തുടർച്ചയായി ഇത്തരത്തിൽ ഒരു വർഷത്തിനുള്ളിൽ മാത്രം ഇത്തരത്തിൽ 3 തിരഞ്ഞെടുപ്പിനെ അവർ നേരിട്ടു. മാത്രമല്ല ഇനി തദ്ദേശ തിരഞ്ഞെടുപ്പ് വരാൻ വളരെ കുറച്ച് മാസങ്ങൾ മാത്രമാണുള്ളത്. അതിനുശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പും ഒരു വർഷത്തിനുള്ളിൽ തന്നെ വരും. അതുകൊണ്ട് തന്നെ ഈ കുറഞ്ഞ കാലയളവിനുള്ളിൽ നിരവധി തവണ തിരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടി നിലമ്പൂരുകാർ അനുഭവിക്കുന്നുണ്ട്. അതെല്ലാം തന്നെ അവർ നമ്മൾ പ്രതികാരം ചോദിക്കുമ്പോൾ ഇക്കാര്യങ്ങളെല്ലാം തന്നെ അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. അവരുടെ ഒരു അമർഷമൊക്കെ ഇക്കാര്യത്തിൽ ഉണ്ട്. കാരണം വലിയ രീതിയിൽ സാമ്പത്തിക ചിലവ് വരുന്ന ഒരു പ്രക്രിയ കൂടിയാണ്. ഇങ്ങനെ അനാവശ്യമായി പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പ്, ഇപ്പോൾ കഴിഞ്ഞ 2 ഉപതെരഞ്ഞെടുപ്പുകളും അനാവശ്യമായ ഒരു തിരഞ്ഞെടുപ്പുകളായിരുന്നു എന്നുള്ള കൃത്യമായ ബോധ്യമെല്ലാം തന്നെ നിലമ്പൂരിലെ ജനങ്ങൾക്കുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യം ഇതെല്ലാം തന്നെ അവഗണിച്ചുകൊണ്ട് ഇപ്പോൾ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന ഒരു കാഴ്ച നമുക്ക് പലയിടത്തു നിന്നും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം പ്രതികൂല കാലാവസ്ഥയൊക്കെ വകവയ്ക്കാതെ രാവിലെ മുതൽ തന്നെ പോളിംഗ് 7 മണിക്കാണ് ആരംഭിച്ചതെങ്കിൽ പോലും അതിന് തൊട്ട് മുൻപ് ഏകദേശം 6:30 മുൻപ് തന്നെ നിരവധി ആളുകൾ ഓരോ പോളിംഗ് സ്റ്റേഷനുകളിലേക്കും എത്തിയിരുന്നു. രാവിലെ 7 മണിക്ക് തന്നെ പോളിംഗ് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ വലിയ ഒരു ക്യൂ, നീണ്ട നിര തന്നെ പല പോളിംഗ് സ്റ്റേഷനുകളിലും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. 263 പോളിംഗ് സ്റ്റേഷനുകളാണ് ആകെ ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉള്ളത്. പുതുതായി 59 പോളിംഗ് സ്റ്റേഷനുകളാണ്. ഇതടക്കമാണ് 263 പോളിംഗ് സ്റ്റേഷനുകൾ മണ്ഡലത്തിൽ ആകെ ഉള്ളത്. വനത്തിനുള്ളിൽ 3 പ്രശ്നബാധിത ബൂത്തുകൾ ഉണ്ട്. ഇവിടെയെല്ലാം തന്നെ സുരക്ഷ വളരെ ശക്തമായി തന്നെ ഒരുക്കിയിട്ടുണ്ട്. 1200ഓളം പോലീസുകാർ ഇവിടെ സുരക്ഷയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്.
പല ഇടങ്ങളിലും അവർ കൃത്യമായി അവരുടെ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം തന്നെ സജ്ജീകരിച്ച് അതിൻ്റെ പ്രക്രിയയുമായി പോലീസും സംവിധാനവും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു കമ്പനി കേന്ദ്രസേന ഇവിടെ സുരക്ഷയ്ക്ക് വേണ്ടി ഉണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവർ ഇതിൻ്റെ ഭാഗമായി ഈ ഒരു നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉണ്ട്. രാത്രികാല പട്രോളിങ്ങും മറ്റ് പകൽ സമയങ്ങളിലുള്ള പട്രോളിങ്ങും അടക്കമുള്ള മറ്റ് സംവിധാനങ്ങളുമായി ഇവിടെ സുരക്ഷാ സേനയും കൃത്യമായി തന്നെ അവരുടെ നിയോഗിക്കപ്പെട്ട അവരുടെ ചുമതലകൾ അവർ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നിലവിൽ നമുക്കറിയാം മാവോയിസ്റ്റ് ഭീഷണി നേരത്തെ ശക്തമായി നിലനിന്നിരുന്ന ഒരു മേഖല കൂടിയാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലം. പക്ഷേ അടുത്ത കാലത്തായി അത്തരത്തിലുള്ള ഭീഷണികൾ ഒന്നും തന്നെ ഇല്ല എന്നാണ് ജില്ലാ പോലീസ് മേധാവി പറയുന്നത്. മാവോയിസ്റ്റ് നേതാക്കളായ കുപ്പു ദേവരാജും അജിതയും അടക്കം വനത്തിനുള്ളിൽ വെടിവെച്ച് കൊല്ലപ്പെട്ട ഒരു സമയം കൂടി ഉണ്ടായിരുന്നു 3 വർഷങ്ങൾക്ക് മുൻപ്. അതിനുശേഷം ഇത്തരത്തിലുള്ള മാവോയിസ്റ്റ് ഭീഷണി ഈ മേഖലയിൽ ഇല്ല എങ്കിലും വനത്തിനുള്ളിലുള്ള ചില ബൂത്തുകൾ ഉണ്ട്. അവിടെ പ്രശ്ന സാധ്യതാ ബൂത്തുകളായി തന്നെയാണ് പരിഗണിച്ചിട്ടുള്ളത്. അവിടങ്ങളിലെല്ലാം തന്നെ പോലീസിൻ്റെ ശക്തമായ ഒരു വിന്യാസം ഉണ്ട്, ശക്തമായ ഒരു സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മൊത്തം 14 പ്രശ്നബാധിത ബൂത്തുകളിൽ 3 എണ്ണമാണ് വനത്തിനുള്ളിൽ ഉള്ളത്. മറ്റ് 7 ഇടങ്ങളിലായിട്ടാണ് മറ്റ് 11 ബൂത്തുകൾ ഉള്ളത്. ഇത്തരത്തിൽ സുരക്ഷാ സംവിധാനം ഒരു ഭാഗത്ത് ശക്തം തന്നെയാണ്. നിലവിൽ ഇതുവരെ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇത്തരത്തിലുള്ള ചെറിയ സാങ്കേതിക പ്രശ്നങ്ങൾ മാത്രം ഉണ്ടായിട്ടുണ്ട്. അത് ഒഴിച്ചാൽ മറ്റ് അനിഷ്ട സംഭവങ്ങളോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും തന്നെ നിലവിൽ എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഏകദേശം 1.25 മണിക്കൂർ. ശിവദാസ് തുടരുക. നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പാണ്. ആദ്യ മണിക്കൂറിൽ 4% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാവിലെ ചില യന്ത്രത്തകരാറും വെളിച്ചക്കുറവും ഒക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. യന്ത്രത്തകരാർ വഴിക്കടവ് 22-ാം വാർഡിലായിരുന്നു, 22-ാം ബൂത്തിലായിരുന്നു യന്ത്രത്തകരാർ റിപ്പോർട്ട് ചെയ്തിരുന്നത്. എന്നാൽ ആ തകരാറൊക്കെ പരിഹരിച്ചു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം വെളിച്ചക്കുറവുണ്ട് എന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. വോട്ടർമാരുടെ നീണ്ട നിര പല പോളിംഗ് സ്റ്റേഷനുകളിലും നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. ഒപ്പം വലിയ മഴയാണ്. പ്രതികൂല കാലാവസ്ഥ വകവയ്ക്കാതെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ശിവദാസ് കന്മനവും അരുൺ ആലത്തൂരുമാണ് നമുക്ക് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അരുൺ ആലത്തൂരിലേക്കാണ്. അരുൺ, ഇപ്പോഴും അവിടെ മഴയാണോ? നമ്മൾ നേരത്തെ കണ്ടിരുന്നു വലിയ മഴയായിരുന്നു. ഈ മഴയൊന്നും വകവയ്ക്കാതെയാണ് അവിടെ വോട്ടർമാർ എത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ എന്താണ് അവിടുത്തെ അവസ്ഥ? രാഖി, ഇപ്പോൾ കാലാവസ്ഥ ശാന്തമാണ്. മഴ ഒന്ന് മാറിയിട്ടുണ്ട്. ഇടവിട്ട് മഴ പെയ്യുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ തന്നെ കാണാൻ കഴിയുന്നത്. ഏതായാലും ആളുകളെ സംബന്ധിച്ചിടത്തോളം മഴയെ വകവയ്ക്കാതെ അല്ലെങ്കിൽ കനത്ത മഴ പെയ്യുന്നുണ്ടെങ്കിലും അത് അവർ കാര്യമാക്കാതെ തന്നെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. രാവിലെ 5:30 മോക്ക് പോളിംഗ് ആരംഭിച്ച് ഒരു 7 മണിക്കാണ് പോളിംഗ് തുടങ്ങിയത്. ആ സമയത്ത് തന്നെ ഞാൻ നിൽക്കുന്ന ഈ ബൂത്തിലൊക്കെ വലിയ നീണ്ട നിരയായിരുന്നു കാണാൻ കഴിഞ്ഞത്. ഇപ്പോഴൊന്ന് ആളുകളുടെ എണ്ണത്തിൽ ചെറിയൊരു കുറവ്, അതായത് നേരത്തെ കണ്ട അത്രയും ആളുകളുടെ എണ്ണത്തിലൊരു കുറവ് ഉണ്ടായിട്ടുണ്ട്. ഏതായാലും രാവിലെ ജോലിക്കും മറ്റുമൊക്കെ പോകുന്ന ആളുകളായിരിക്കണം. അതിരാവിലെ തന്നെ എത്തി പോളിംഗ് രേഖപ്പെടുത്തി ജോലിക്ക് പോകുന്നതിനായി നേരത്തെ എത്തിയതായിരിക്കണം എന്നുള്ളതാണ് കരുതുന്നത്. ഇനി ഏതായാലും വരും മണിക്കൂറുകളിലും എത്രത്തോളം തിരക്ക് ഉണ്ടാവും ഓരോ ബൂത്തുകളിലും എന്നുള്ളത് തന്നെയാണ് എല്ലാവരും നോക്കി കാണുന്നത്. നേരത്തെ ഞാൻ നിൽക്കുന്ന ഈ ബൂത്തിൽ UDF സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്ത് ഉൾപ്പെടെ വന്ന് കുടുംബസമേതം എത്തി വോട്ട് രേഖപ്പെടുത്തി മടങ്ങുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പിതാവ് ഉണ്ടായിരുന്ന കാലത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. മാത്രമല്ല മികച്ച പോളിംഗ് ഉണ്ടാവും എന്നുള്ളൊരു ആത്മവിശ്വാസവും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസവും ഒക്കെയാണ് ആര്യാടൻ ഷൗക്കത്ത് പങ്കുവച്ചത്. ഏതായാലും ഈ പോളിംഗ് ശതമാനത്തെ സംബന്ധിച്ചിടത്തോളം മുന്നണികളൊക്കെ മികച്ച രീതിയിലുള്ള പോളിംഗ് ശതമാനമായിരിക്കും എന്ന് ഇപ്പോൾ ഏതായാലും അവർ കണക്ക് കൂട്ടുന്നുണ്ട്. കാരണം മഴയൊന്നും അവഗണിച്ചുകൊണ്ട് രാവിലെ തന്നെ ആളുകൾ എത്തുന്ന സാഹചര്യത്തിൽ ഇനി വരും മണിക്കൂറുകളിലും ഇതേ ട്രെൻഡ് തുടരാനുള്ളൊരു സാധ്യതയാണ് ഈ സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനത്തിൽ ഒരു ഇടിവുണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. ഏതായാലും ജനങ്ങൾ അത് ഏത് തരത്തിലായിരിക്കും പ്രതികരിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് വരും മണിക്കൂറുകളിൽ മാത്രമേ അതിലൊരു വ്യക്തത ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ്. നിലവിൽ ഏതായാലും പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. നിലവിൽ 2 സ്ഥാനാർത്ഥികൾ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആദ്യം M സ്വരാജാണ് വോട്ട് രേഖപ്പെടുത്തുക. അതിനുശേഷം ആര്യാടൻ ഷൗക്കത്തും വോട്ട് രേഖപ്പെടുത്തി. ഇനി വോട്ട് രേഖപ്പെടുത്താനായിട്ടുള്ളത് NDA സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് മോഹൻ ജോർജാണ്. 10 മണിയോടുകൂടെ ആയിരിക്കും അദ്ദേഹം വോട്ട് രേഖപ്പെടുത്താനായിട്ട് എത്തുക. അദ്ദേഹം ചുങ്കത്തറയിലെ മാർത്തോമ സ്കൂളിലാണ് അദ്ദേഹത്തിൻ്റെ വോട്ട് രേഖപ്പെടുത്തുന്നത്. അദ്ദേഹവും കുടുംബസമേതം എത്തി വോട്ട് രേഖപ്പെടുത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഏതായാലും സ്ഥാനാർത്ഥികളൊക്കെ ഇങ്ങനെ ഓരോ പോളിംഗ് സ്റ്റേഷനുകളിലും മറ്റുമൊക്കെ എത്തി വോട്ടർമാരെ കാണുന്നതും ആ കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഖി,
ഈ ആര്യടൻ ഷൗക്കത്ത് പറഞ്ഞത് വിവാദങ്ങളൊക്കെ സൃഷ്ടിച്ചെടുത്തതാണ്, അതായത് പ്രധാന പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നായിരുന്നു ആര്യടൻ ഷൗക്കത്ത് പറഞ്ഞത്. അങ്ങനെ നമുക്ക് വിവാദങ്ങളെ വില കുറച്ച് കാണാൻ സാധിക്കുമോ അരുൺ? തീർച്ചയായിട്ടും ഇന്നിപ്പോൾ വികസന പ്രശ്നങ്ങളിൽ നിന്ന് വഴിതിരിച്ചു വിടാനാണ് വിവാദങ്ങൾ സൃഷ്ടിച്ചതെന്നാണ് ആര്യാടൻ ഷൗക്കത്ത് പ്രതികരിച്ചത്. പക്ഷേ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഈ വിവാദങ്ങൾ പലതും സൃഷ്ടിച്ചത് UDF തന്നെയാണെന്നുള്ളതാണ്. ഒന്ന്, ഈ മതഭീകര സംഘടനയായ ജമാഅത്ത് ഇസ്ലാമിയുമായി കൂട്ടുകൂടുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചത് ആദ്യം ഇത്തരത്തിൽ UDFൻ്റെ ഭാഗത്തു നിന്നാണ്. മാത്രമല്ല അനാവശ്യമായിട്ട് പെട്ടി വിവാദവും മറ്റുമൊക്കെ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഒരു ബോധപൂർവമായ ശ്രമം നടന്നതും അതും UDFൻ്റെ ഭാഗത്തു നിന്നാണെന്നുള്ളതാണ്. അതായത് വിവാദങ്ങളും മറ്റുമൊക്കെ നിരന്തരം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് UDFൻ്റെ ഭാഗത്താണെന്നിരിക്കെയാണ് അത്തരത്തിലുള്ള പ്രതികരണവും ആര്യടൻ ഷൗക്കത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. നിലവിൽ ഏതായാലും സ്ഥാനാർത്ഥികളും മറ്റുമൊക്കെ ഈ പോളിംഗ് ബൂത്തുകളിലേക്കൊക്കെ എത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനി സ്ഥാനാർത്ഥികൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ പ്രധാനപ്പെട്ട രണ്ട് സ്ഥാനാർത്ഥികൾ പോളിംഗ് രേഖപ്പെടുത്തിയവരുടെ പ്രതികരണമൊക്കെ വന്നു. ഇനി NDA സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് മോഹൻ ജോർജിൻ്റെ അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തുന്നു. അദ്ദേഹം എന്താണ് ഈ പോളിംഗ് ദിനത്തിലും പറയാനുള്ളത് എന്നുള്ളത് കേൾക്കേണ്ടതായിട്ടുണ്ട്. ഒപ്പം അൻവറും ഇതിനോടകം തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. അൻവറിന് വോട്ട് ഈ മണ്ഡലത്തിൽ ഇല്ല. അൻവർ മറ്റേ മഞ്ചേരി മണ്ഡലമാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ വോട്ടില്ല എങ്കിൽ പോലും അൻവർ രാവിലെ തന്നെ പ്രതികരണം നടത്തിയിട്ടുണ്ട്. സർക്കാരിനെതിരായ, പിണറായി വിജയനെതിരായ വിധിയെഴുത്തായിരിക്കും എന്നൊക്കെയാണ് അൻവർ പ്രതികരിച്ചിരിക്കുന്നത്. മാത്രമല്ല മികച്ച പോളിംഗ് ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് അൻവറും പറയുന്നത്. ഏതായാലും പോളിംഗ് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ നിരവധി വിവാദങ്ങളും മറ്റുമൊക്കെയാണ് ഈ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഈ പോളിംഗ് തുടരുമ്പോൾ ജനങ്ങൾ അതിനോടൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നുള്ളത് ഇനി നമുക്ക് കണ്ടു തന്നെ അറിയണമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ആ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ വരുത്തി വെച്ചൊരു തെരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെ തുടരെ തെരഞ്ഞെടുപ്പ് ഉണ്ടാവുന്ന പശ്ചാത്തലത്തിൽ അതിനോട് ഏതെങ്കിലും തരത്തിലുള്ള വിമുഖത ആളുകൾക്കുണ്ടാവുമോ? പ്രത്യേകിച്ച് പുറം നാടുകളിലൊക്കെ ജോലിക്ക് പോയ ആളുകളൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിയിട്ടുണ്ടോ, അത് അത്തരത്തിലുള്ള ആളുകളൊക്കെ വോട്ട് രേഖപ്പെടുത്തുമോ എന്നുള്ളതൊക്കെ അറിയേണ്ടതുണ്ട്. അത് ഏതായാലും വരും മണിക്കൂറുകളിൽ മാത്രമേ അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത ലഭിക്കുകയുള്ളൂ എന്നതാണ്. ഇപ്പോൾ ഏതായാലും പോളിംഗ് ബൂത്തുകളിൽ തിരക്ക് തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ്. മിക്ക പോളിംഗ് ബൂത്തുകളിലും ആളുകൾ ധാരാളം എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. രാഖി, അരുൺ പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ശരിക്കും PV അൻവറിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരുമല്ലേ? കാരണം ഈ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ തന്നെ സ്വയം വരുത്തിവെച്ച തെരഞ്ഞെടുപ്പാണ്, നമ്മൾ പലപ്പോഴായി പറഞ്ഞു. എങ്കിൽ പോലും PV അൻവറിനെ ആർക്കും വേണ്ടാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തി കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ PV അൻവറിന് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? തീർച്ചയായിട്ടും രാഖി, ഈ തെരഞ്ഞെടുപ്പിൽ ഇനി PV അൻവർ എന്താവും എന്നുള്ളത് രാഷ്ട്രീയ കേരളം തന്നെ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമുക്കറിയാം ഈ മണ്ഡലത്തിൻ്റെ MLA ആയിരുന്ന അൻവർ ഇടതുപക്ഷത്തോടെ വിയോജിച്ച് വലിയ തർക്കങ്ങളും മറ്റുമൊക്കെ ഉണ്ടാകുന്നു. തുടർന്ന് രാജിവെക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നു. ആ രാജിവെച്ചതിന് ശേഷവും അൻവറിൻ്റെ നിലപാടുകൾ എന്തായിരിക്കും എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കിയായിരുന്നു. പക്ഷേ അടിക്കടി നിലപാടുകൾ ഇങ്ങനെ പറഞ്ഞ വാക്കുകളൊക്കെ മാറ്റിപ്പറയുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ആദ്യം സർക്കാരിനെതിരെ പറയുന്നു, പിന്നീട് കേന്ദ്ര സർക്കാരിനെതിരെ പറയുന്നു, പിന്നീട് പല കാര്യങ്ങളിലും പറഞ്ഞ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അൻവർ മാറ്റിപ്പറയുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അത് ഏതായാലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അൻവറിൽ ഒരു അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു വാസ്തവമായ കാര്യമാണ്. അത്തരത്തിൽ അൻവർ ഇത്തരത്തിൽ പറഞ്ഞ വാക്യങ്ങളും കാര്യങ്ങളുമൊക്കെ മാറ്റിപ്പറഞ്ഞതിന് പിന്നാലെ ഇപ്പോൾ ഈ ഇടത് വലത് സ്ഥാനാർത്ഥികൾ ഈ മണ്ഡലത്തിലെത്തി. അതായത് ആര്യാടൻ ഷൗക്കത്തും അതുപോലെ തന്നെ സ്വരാജും ഈ ഞാൻ നിൽക്കുന്ന ബൂത്തിലേക്ക് എത്തി അവർ ഇരുവരും കൂടിക്കാഴ്ച നടത്തുന്നതും കൂടെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇരുവരും ആര്യാടൻ ഷൗക്കത്ത് അല്പസമയം മുൻപ് വോട്ട് രേഖപ്പെടുത്താനായിട്ട് എത്തിയതാണ്. തൊട്ട് പിന്നാലെയാണ് സ്വരാജ് ഇവിടേക്ക് എത്തിയത്. ഏതായാലും രണ്ടുപേരും പരസ്പരം കൂടിക്കാഴ്ചയൊക്കെ നടത്തുന്നതും കാണാൻ ഇവിടെ സാധിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ സ്വരാജ് വീണ്ടും മാധ്യമങ്ങളെ കാണുന്നുണ്ട് ഇവിടെ. നിങ്ങൾ ശാന്തരാവുക, അല്ല സമാധാനമായിട്ടിരുന്നോ, കുറച്ച് വൈഡായിരുന്നോ വെറുതെ. ഓക്കെ ബഹളാക്കണ്ട, കുറച്ച് വൈഡായിട്ടിരുന്നോ, നമുക്ക് സമാധാനമാക്കാം കുറച്ച് വൈഡായിട്ട്. രാവിലെ ചില ബൂത്തുകളിൽ ചെറിയ ക്യൂ ഉണ്ടായിരുന്നു, എന്നാലും വലിയ വോട്ടർമാർക്ക്
വല്ലാതെ നിന്ന് മുഷിയുന്ന തരത്തിലുള്ള ക്യൂ എവിടെയും കണ്ടില്ല. ഞാൻ പോയ ബൂത്തുകളിലും കണ്ടില്ല. ചെറിയ ക്യൂ ഉണ്ടായിരുന്നു. പിന്നെ വോട്ടിംഗ് ആരംഭിക്കുന്ന സമയത്ത് പരിചയക്കുറവുകൊണ്ടോ മറ്റോ ഒക്കെ ചിലയിടങ്ങളിൽ സാവധാനത്തിലാണ് തിരഞ്ഞെടുപ്പ് പ്രക്രിയ നടന്നിരുന്നത്. ഞാൻ വിചാരിക്കുന്ന കുറച്ചുകൂടി കഴിയുമ്പോഴേക്ക് അത് കുറേ കൂടി വേഗത്തിലാവുമെന്നാണ് കരുതുന്നത്. എന്നാൽ പല ബൂത്തിലും ക്യൂ ഉണ്ടായിരുന്നില്ല. ഇടയ്ക്കൊരു മഴ പെയ്തപ്പോൾ തിരക്ക് കുറയുന്നൊരു സ്ഥിതിയും വന്നു. എന്നാലും നല്ലതുപോലെ പോളിംഗ് നടക്കുന്ന അനുഭവമാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഓരോ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ അടിസ്ഥാനത്തിലല്ല, പെട്ടെന്ന് സന്ദർശിക്കുമ്പോഴുള്ളൊരു വിവരം വെച്ച് നല്ലതുപോലെ പോളിംഗ് നടക്കുന്നതായിട്ടാണ്. അപ്പോൾ എല്ലാവരും വോട്ട് ചെയ്യട്ടെ. 100% പോളിംഗ് വരുമ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണ്ണമാവുക. നമുക്കങ്ങനെ ആഗ്രഹിക്കാം. ഓക്കെ. ചില ബൂത്തുകളിലൊക്കെ ചില യന്ത്ര തകരാറുകളൊക്കെ പറയുന്നുണ്ട് തുടക്കത്തിൽ. ഞാൻ പോയ ബൂത്തുകളിൽ അങ്ങനെ ഒരു പരാതി വന്നില്ല. പിന്നെ എനിക്ക് തോന്നുന്നു കൈകാര്യം ചെയ്യുന്നതിലുള്ള ചെറിയ പ്രയാസങ്ങളായിരിക്കും. പക്ഷെ അതെല്ലാം പരിഹരിക്കപ്പെട്ടതാണ്. ഗൗരവമായ അത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും ഞാനിപ്പോൾ കടന്നുപോയ ബൂത്തുകളിൽ എവിടെയും കണ്ടിട്ടില്ല. ഓക്കെ, ശരി. ഇടത് സ്ഥാനാർത്ഥി സ്വരാജിന്റെ വാക്കുകളാണ് കേട്ടത്. സ്വരാജ് ഈ ഓരോ ബൂത്തുകളും മറ്റുമൊക്കെ കയറി ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ബൂത്തുകൾ സന്ദർശിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് മഴ പെയ്യുമ്പോൾ ആളുകളുടെ ഒരു വിമുഖത കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആളുകൾ പലപ്പോഴും പലയിടത്തും തിരക്ക് ചിലയിടത്തൊക്കെ കുറവാണ്. ചിലയിടത്ത് മഴ പെയ്യുമ്പോൾ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നതിലൊരു ചെറിയ കുറവ് കാണുന്നുണ്ട് എന്നുള്ളതാണ് ഈ സ്ഥാനാർത്ഥി പല ബൂത്തുകൾ സന്ദർശിച്ച ശേഷം പ്രതികരിച്ചിരിക്കുന്നത്. ഏതായാലും പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. മഴയും ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഇവിടെ ചെറിയ ചാറ്റൽ മഴ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് നല്ല രീതിയിൽ മഴ പെയ്യുന്നു, വീണ്ടും ഒരാളെ ആന ചവിട്ടിക്കൊന്ന സംഭവത്തിൽ വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയാണ്. ആ പ്രതികരണത്തിലേക്ക്. രണ്ടാമത് പടക്കം പൊട്ടിച്ചും ശബ്ദമുണ്ടാക്കിയും ആനകളെ തുരത്തുന്ന ഒരു സമ്പ്രദായം പഴഞ്ചൻ രീതിയിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ വനം വകുപ്പ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ആധുനിക യന്ത്രങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പമ്പ് ആക്ഷൻ ഗൺ എന്ന് പറയുന്നൊരു പുതിയ വെടിവെക്കാനുള്ള സംവിധാനം. അത് ഇന്ന് പാലക്കാട് പരീക്ഷിക്കും. ആദ്യമായിട്ടാണ് അതുപയോഗിച്ച് ആനകളെ തുരത്താൻ കഴിയുന്ന നടപടി. പമ്പ് ആക്ഷൻ ഗൺ എന്നാണ് അതിൻ്റെ പേര്. പമ്പ് ആക്ഷൻ ഗൺ എന്നാണ് അതിൻ്റെ പേര്. അത് മറ്റേ നമ്മൾ ഇത് ഉപയോഗിക്കുന്നില്ല, റബ്ബർ ബുള്ളറ്റ് ഉപയോഗിക്കുന്നതിന് പകരം അതിനേക്കാൾ കുറച്ചുകൂടി ശക്തിയുള്ള ശേഷിയുള്ള ഒരു സംവിധാനമാണ്. അത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അത് ഈയിടെയാണ് വാങ്ങിച്ചത്. അത് ഉപയോഗിച്ച് ആനകളെ തുരത്താനുള്ള നടപടികൾ സ്വീകരിക്കും. ഒപ്പം അവരാവശ്യപ്പെട്ടതുപോലെ കുങ്കിയാനകളെ കൊണ്ടുവന്നുള്ള നടപടികളും രണ്ടും ഒരേ സമയത്ത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാനാണ് നിർദ്ദേശിച്ചത്. ആ നിർദ്ദേശം ബഹുമാനപ്പെട്ട കളക്ടർ അവരുമായി സംസാരിച്ച് സ്വീകരിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി കൂടുതലായവരെന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ആ പറയുന്ന കാര്യത്തോടും അനുഭാവപൂർണമായ ക്രിയാത്മകമായ നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിക്കുക. നമുക്ക് വേണ്ടത് ഇതിന് ശാശ്വതമായ പരിഹാരമാണ്. ശാശ്വത പരിഹാരം എന്ന് പറയുന്നതിന് ചിലർ നൽകുന്ന വ്യാഖ്യാനം തെറ്റാണ്. എല്ലാ വന്യമൃഗങ്ങളെയും പൂർണ്ണമായും വെടിവെച്ച് കൊന്ന് വന്യജീവി ആക്രമണം തടയാമെന്ന് ആരും ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ നിലവിലുള്ള നിയമത്തിൽ മാറ്റം വരുത്തണമെന്ന കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ആവശ്യപ്പെട്ട കത്തിന് പോലും നിഷേധാത്മകമായ നിലപാടാണ് അവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ പറ്റിയെന്താണ് മന്ത്രി ഒരു കാര്യം പറയുക, രേഖാമൂലമുള്ള ഉദ്യോഗസ്ഥ തലത്തിലുള്ള മറുപടി പറയുമ്പോൾ വേറൊരു കാര്യം പറയുക. അങ്ങനെ വരുമ്പോൾ ഉദ്യോഗസ്ഥന്മാർക്ക് മന്ത്രിയുടെ പ്രസ്താവനകളല്ല ഉത്തരവുകളാണ് അവർക്ക് പാലിക്കേണ്ടി വരിക. അത്തരത്തിലുള്ള വൈരുദ്ധ്യം നിറഞ്ഞ നിലപാട് സ്വീകരിക്കുന്നതിന് ഗവൺമെൻറ് തന്നെ വീണ്ടും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുള്ള അവരെ കാത്തു നിന്നിട്ട് കാര്യമില്ല എന്നാണ്. നമ്മുടെ ശേഷി ഉപയോഗിച്ച് പരമാവധി കാര്യങ്ങൾ ചെയ്യണമെന്നൊരു പുതിയ തീരുമാനത്തിലേക്ക് ഇന്നലെ നാഷണൽ വൈൽഡ് ലൈഫ് ബോർഡിൻ്റെ കേരള ഘടകം അതിൻ്റെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്, വൈസ് ചെയർമാൻ വനം വകുപ്പ് മന്ത്രി. ഇന്നലെ ഞങ്ങൾ അതിൻ്റെ യോഗം കൂടിയിരുന്നു. അപ്പോൾ വൈൽഡ് ലൈഫ് ബോർഡിൻ്റെ അംഗീകാരത്തോടുകൂടി അവരുടെ പെർമിഷന് വിധേയമായിക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ച് ഇന്നലെ ഒരു ആലോചന നടത്തിയിട്ടുണ്ട്. ഏതായാലും ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നതിലൂടെ മാത്രമേ കർഷക ജനതയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുള്ളൂ. ഇപ്പോഴുള്ളത് അപര്യാപ്തമാണ്. ഇപ്പോഴുള്ള നിയമങ്ങൾ പഴഞ്ചനും അപ്രായോഗികവുമാണ്. അതിലൊരു സമൂലമായ മാറ്റം വരുത്തുന്നതിനുള്ള പ്രേരണ കൂടിയാണ് ഈ പ്രശ്നം. പക്ഷേ മനുഷ്യൻ മരിക്കുമ്പോൾ മാത്രം അത് ശ്രദ്ധിക്കുന്നത് ഒരു നല്ല കാര്യമല്ല. വീഴ്ച ഇനി ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് പ്രത്യേകമായ എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ, ഇപ്പോഴുള്ള സൗകര്യം ഉപയോഗിച്ചും അവർ ചെയ്ത്
സ്ക്വാഡ് അവിടെ പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു, RRTകൾ പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിലൊക്കെ എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളത് പ്രത്യേകമായിട്ട് പരിശോധിക്കുകയും ചെയ്യുന്നതാണ്. ഏതായാലും അന്തരിച്ച മരണപ്പെട്ടു പോയ കുടുംബത്തോട് അങ്ങേയറ്റം അനുഭാവപൂർവമായ നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുക. നാട്ടുകാരുടെ ആശങ്ക പൂർണ്ണമായും പരിഹരിക്കാനുള്ള നടപടികളും സ്വീകരിക്കും. അതെ 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 അതൊരു പുതിയ ഒരു സമ്പ്രദായമാണ്. ഈ പരിഷ്കൃത രാജ്യങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു പുതിയ സംവിധാനമാണ്. ഞങ്ങളത് 100 എണ്ണം വാങ്ങിയിട്ടുണ്ട്. 100 സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള ഒരു പാലക്കാടേക്ക് അത് എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആധുനികവൽക്കരണത്തിൻ്റെ മാർഗവും നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് മുണ്ടൂരിൽ ഇന്ന് കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് ഇന്ന് പുലർച്ചെ തന്നെ നമ്മെ വിഷമിപ്പിക്കുന്ന രീതിയിൽ പുറത്തെത്തിയത്. ആ വിഷയത്തിലാണ് മന്ത്രി AK ശശീന്ദ്രൻ പ്രതികരിച്ചത്. എന്തായാലും സ്ഥലത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി നാട്ടുകാരുണ്ട്. അവർ മൃതദേഹം മാറ്റാൻ അനുവദിക്കാതെ പ്രതിഷേധിക്കുന്നു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും നിലമ്പൂരിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ്. വോട്ടെണ്ണൽ ഏതാണ്ട് 2 മണിക്കൂറിനോട് അടുക്കുകയാണ്. ഇതോടുകൂടി പുത്തൻ പുലരി സമാപിക്കുകയാണ്. ലൈവ് റിപ്പോർട്ട്സിൽ ദേവിക എത്തും. നമസ്തേ.